ആ, പറഞ്ഞോളൂ മോളെ. കുട്ടികളെ അമിത മദ്യപാന വിഭവമാണ്. ഹലോ കേൾക്കുന്നില്ല. നെറ്റ് പ്രോബ്ലം ഉണ്ടോ റോസ്മേരി? നെറ്റിന് പ്രോബ്ലം ഉണ്ടോ? ഇവിടെ റേഞ്ച് ഇഷ്യൂ ഉള്ളതാ കുറച്ച്. ശരി, ഇങ്ങോട്ടെല്ലാം ഒന്ന് മാറി നിന്നാ കിട്ടുമോ? ഇപ്പം ക്ലിയർ ആവുന്നില്ല. ഇപ്പൊ ക്ലിയർ ആണ്, പറഞ്ഞോളൂ. പ്രിയമുള്ളവര്, ഞാനൊരു മദ്യപാനിയുടെ മകൾ ചാച്ചയായതുകൊണ്ട്, ഞാൻ ആയതുകൊണ്ട് ഈ സന്തോഷവതിയാണ്. പേര് റോസ്മേരി. ഹായ് റോസ്മേരി. ഹായ്. വളരെ സന്തോഷം. ഇന്നിപ്പോഴാണേലും ഞങ്ങള് മീറ്റിങ്ങിലൊക്കെ പോയേച്ചും വന്ന് കയറിയതേ ഉള്ളൂ. അപ്പൊ ഇപ്പം രാത്രിയാണെങ്കിലും വീണ്ടും ഓൺലൈൻ മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിച്ചത് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. എത്രത്തോളം മീറ്റിംഗിൽ പോകാവോ അത്രത്തോളം ഇഷ്ടമാണ് മീറ്റിംഗിൽ ആയിരിക്കാൻ വേണ്ടിയും AA ഫെലോഷിപ്പിൽ ആയിരിക്കാൻ വേണ്ടിയും അതിലൂടെ സഞ്ചരിക്കാൻ വേണ്ടിയും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ദൈവത്തോട് നന്ദി പറയാണ് ഈ ഒരു ഫെലോഷിപ്പിനെ കണ്ട് മുട്ടാൻ വേണ്ടി സാധിച്ചതിൽ. കാരണം ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ചാച്ചയുടെ മദ്യപാനം കാരണം ഫാമിലി മൊത്തം ഭയങ്കരമായിട്ടും ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ട് ഒരു ആൽക്കഹോളിക്കിന്റെ ഫാമിലി എത്രത്തോളം അനുഭവിക്കാമോ അത്രത്തോളം കടന്നുപോയതാണ്. അപ്പം അതിൽ നിന്നൊക്കെ കൂടി കരകയറി വന്നത് ലാസ്റ്റ് ചാച്ച കട്ടിപ്പാറ ചികിത്സയ്ക്ക് പോയിട്ട് പിന്നെ അവിടെ നിന്നാണ് അവിടുത്തെ കൗൺസിലേഴ്സ് ഒക്കെ പറഞ്ഞ് ഫെലോഷിപ്പിലൂടെ ഒക്കെ കൂടി പോകാൻ വേണ്ടി. അപ്പൊ അത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയി. അതോടുകൂടി ചാച്ചയുടെ കൂടെ ഞങ്ങളാണെങ്കിലും ഫാമിലി ആയിട്ട് പോകാൻ വേണ്ടി തുടങ്ങിയപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു ഇതൊരു ക്രോണിക് ഡിസീസ് ആണെന്നുള്ളത്. മരണം വരെ കൂടെ ഉണ്ടാവും. ആൻഡ് ഒരു 1 ഡേ പ്രോഗ്രാം ആണ്. അപ്പം ലൈഫ് ലോങ് ഇങ്ങനെ മീറ്റിംഗിലൂടെ നടക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടി മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പം മീറ്റിംഗിലായിരിക്കാൻ വേണ്ടി എത്രത്തോളം സാധിക്കുന്നു അത്രത്തോളം ഇഷ്ടമാണ്. കാരണം അറിയാം ചാച്ചയുടെ മദ്യപാനം ഇപ്പോഴും മാറി നിൽക്കാൻ വേണ്ടി കാരണം AA മീറ്റിംഗ്സ് ആണ് കാരണം എന്നറിയാം. അപ്പൊ ഒരുപാട് സന്തോഷം. ഒരുപാട് അനുഭവിച്ചതാണ്. അലറ്റീൻ എന്ന രീതിക്ക് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പോഴാണെങ്കിലും എന്റെ ഓരോ സ്വഭാവ വൈകല്യങ്ങൾ മാറ്റി നിർത്താൻ വേണ്ടി സഹായിക്കുന്നത് AA ഫെലോഷിപ്പ് ആണ്. 1 ഡേ പ്രോഗ്രാമിലൂടെ നടക്കുന്നതുകൊണ്ടാണ്. അപ്പോ ഇപ്പം AA ആണെങ്കിലും സ്റ്റെപ്സും ട്രഡീഷൻസും ഒക്കെ കൂടി ഇഷ്ടമാണ്. വായിക്കാൻ വേണ്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ ഈ ഒരു മീറ്റിംഗിലൂടെ മുമ്പിലേക്ക് പോകാൻ വേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥന പ്രതീക്ഷിക്കുകയാണ്. ദൈവത്തോട് നന്ദി പറയുന്നു. താങ്ക് യു റോസ്മേരി. താങ്ക് യു ഫോർ യുവർ ഷെയറിങ്. മോളെ, നല്ല കാര്യം. അടുത്ത ആള് ആരാ വരുന്ന? ചേർത്തിയാണ്, അനീതിയാണ്. എനിക്ക് പേര് കറക്റ്റ് അറിയത്തില്ലായിരുന്നു. അടുത്ത ആരാ വരുന്ന മോളെ? ഹലോ, എലിസബത്ത്. എലിസബത്ത് സംസാരിക്കാവോ? ഹലോ, എലിസബത്ത് ശാന്തിയാണ് സംസാരിക്കാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, ഞാനൊരു അന്വേഷണമുണ്ട്. എന്റെ പേര് ശാന്തി. സുഖമാണ്, സന്തോഷമാണ് ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട്. നാളേക്ക് 14 വർഷം പൂർത്തീകരിക്കുകയാണ്. ഞാന് സുബോധാവസ്ഥ കിട്ടുന്നതിന് മുമ്പെന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു ഇരുട്ടിലാണ് ജീവിച്ചു പോകുന്നതെന്ന് തന്നെ പറയാം. നമുക്ക് ഇതൊരു രോഗാവസ്ഥയാണ് എന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഇത് സുഖപ്പെടുകയില്ല എന്നുള്ള ഒരു ധാരണയിലായിരുന്നു എൻ്റെ ജീവിതം. സുബോധം കിട്ടുന്നതിന് മുമ്പ് എനിക്ക് തന്നെ പല വൈകല്യങ്ങളാണ്. എൻ്റെ ഭർത്താവ് മദ്യാസക്തനാണ് എന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ആകെ ഒരു പുറമേക്ക് ഇറങ്ങാൻ പേടി, മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ അഭിമുഖീകരിക്കാൻ പറ്റാത്തൊരവസ്ഥ. എന്തോ പറഞ്ഞാലും എന്നിലാണ് കുറ്റം എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ നടക്കുന്നതും എടുക്കുന്നതും എല്ലാം. മറ്റുള്ളവരോട് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, ഇതെല്ലാം ഇങ്ങനെ തിങ്ങി നിറയുമ്പോൾ പല സ്ഥലങ്ങളിലും മീറ്റിങ്ങിനും ട്രീറ്റ്മെന്റ് സെന്ററുകളിലും ഒക്കെ പോകാറുണ്ട്. തലശ്ശേരി തൊട്ട് പിന്നെ മാനന്തവാടി, അങ്ങനെ ഓരോരോ ട്രീറ്റ്മെന്റ് സെന്ററുകളിലും കയറി ഇറങ്ങി വരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ധ്യാനത്തിന് പോകുന്നു. ഇതിനൊന്നും ഒരു രക്ഷയില്ല. അപ്പം
എന്റെ ഭർത്താവിന് മാത്രമാണ് ഇങ്ങനെയൊരു അസുഖം. ഇത് ഞാൻ കണ്ടിട്ടില്ല. മദ്യപിക്കുന്നവരെ ഒത്തിരി പേരെ കാണുന്നുണ്ട്. എന്നാലും ഇങ്ങനെയൊന്നും ഞാൻ അറിയുന്നു കേൾക്കുന്നൊന്നുമില്ല. ഇത് ആഴ്ചയില് ഒരു ദിവസം കുടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ 2-3 ആഴ്ച കിടപ്പായിരിക്കും. പിന്നീട് വീണ്ടും മദ്യം ചെന്നാലേ വീണ്ടും എഴുന്നേൽക്കുള്ളൂ. അപ്പൊ ആർത്തറ്റിക്സ് എന്നൊരു രോഗമുണ്ട്. അപ്പൊ അതായിരിക്കും, ഗുളിക കഴിക്കുന്നതിന്റെ ആയിരിക്കാം എന്നൊക്കെയാണ് എന്റെ ധാരണ. ഏതായാലും ലാസ്റ്റ് കട്ടിപ്പാറയാണ് ട്രീറ്റ്മെന്റിന് കൊണ്ടുപോകുന്നതും. അതേ തുടർന്ന് എന്നും മീറ്റിംഗിൽ നിന്ന് മീറ്റിംഗിലേക്കാണ്. അങ്ങനെ മീറ്റിംഗിൽ നിന്ന് മീറ്റിംഗിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഒരു പ്രാവശ്യം ഫാമിലി സഹിതം കണ്ണോത്ത് ഒരു വാർഷികത്തിൽ അറ്റൻഡ് ചെയ്യുകയും അപ്പോൾ അവിടെ നിന്ന് ഒരു അല്ലനോൺ മെമ്പറിന്റെ ഒരു ഷെയറിങ് കേൾക്കുകയും അന്ന് ആണ് എനിക്ക് ബോധ്യമാകുന്നത് മദ്യപാന രോഗം എന്ന് ഉള്ളത് ഒരു ഫാമിലി ഡിസീസാണ്, രോഗമാണ് എന്നുള്ളത്. അത് തുടർന്നാണ് ഞാനും മീറ്റിങ്ങിൽ കാര്യമായിട്ട് പോകാൻ തുടങ്ങിയത്. ഈ മദ്യപാനം നിർത്തിയിട്ടും ഭയങ്കര പ്രശ്നങ്ങളാണ്, ഭയങ്കര ദേഷ്യം, എവിടെ എന്ത് പറയണം എന്ത് ചെയ്യണം എന്നൊന്നും അറിയാത്ത ഒരവസ്ഥ. നിർത്തി കഴിയുമ്പം നമ്മൾ വിചാരിക്കും ഇത് നിർത്തി കഴിഞ്ഞിട്ടും ഭയങ്കര പ്രശ്നമാണല്ലോ, ഇതിലും ഭേദം കുടിക്കുന്നതായിരുന്നു എന്ന്. അന്ന് മീറ്റിങ്ങിൽ പോകുമ്പോൾ പല സ്ഥലങ്ങളിലും വണ്ടികളിലൊക്കെ ഇരുത്തി എന്നെ കട്ടറുകളിലൊക്കെ ചാടിച്ചു പെറുക്കിയൊക്കെ ആയിരിക്കും പോകുന്നത്. അപ്പോഴും നമുക്ക് അറിയുന്നില്ല മദ്യപാനം ഒരു രോഗമാണ് എന്നുള്ളത്. അങ്ങനെ ഫാമിലിയായിട്ട് മീറ്റിംഗ് തുടർന്ന് പോകുമ്പോഴാണ് ഇത് മദ്യപാനി ഒരു രോഗമാണ് എന്ന് എനിക്ക് മനസ്സിലായി. അതേ തുടർന്ന് അല്ലനോൺ മീറ്റിംഗിൽ ഞാൻ അറ്റൻഡ് ചെയ്യുകയും എന്റെ പഴമക്കാരായ അല്ലനോൺ മെമ്പേഴ്സിനെ കോണ്ടാക്ട് ചെയ്യുകയും ചെയ്തു. അന്ന് തൊട്ട് എനിക്ക് മനസ്സിലായി തുടങ്ങി എന്നിൽ ഒത്തിരി മാറേണ്ടതായ കാര്യങ്ങള്, ഞാൻ എന്നിലേക്ക് തിരിയേണ്ടതായിട്ടുണ്ട് എന്ന്. അതിനുശേഷം ഞാൻ തിരിയാൻ തുടങ്ങി. അപ്പൊ എന്റെ വൈകല്യങ്ങൾ ഞാൻ മാറ്റുവാൻ തുടങ്ങിയപ്പോൾ എന്റെ ഭവനത്തില് സമാധാനവും ശാന്തിയും വരാൻ തുടങ്ങി. അതേ തുടർന്ന് മീറ്റിംഗിൽ നിന്ന് മീറ്റിംഗിലേക്ക് പോയി തുടങ്ങിയപ്പോൾ എൻ്റെ ഭർത്താവിന്റെ ദേഷ്യവും ഓരോ ജീവിത ശൈലികളും മാറാനും തുടങ്ങുന്നതും എല്ലാം എനിക്ക് കാണുവാനായിട്ട് സാധിച്ചു. മീറ്റിംഗിലേക്ക് ഒരു 5 വർഷമൊക്കെ എത്തിപ്പെട്ടപ്പോഴാണ് ഇതെല്ലാം ഒരു എന്താ പറയാ അനുഭവിച്ചു തുടങ്ങിയത്. മക്കളിലാണേലും, മക്കൾ അല്ലറ്റിൻ ഫെലോഷിപ്പിലായതുകൊണ്ടും അവരിലും ഞാൻ എന്നിലേക്ക് തിരിഞ്ഞപ്പോൾ തന്നെ ഈ കുടുംബത്തിലെ എന്റെ ഭാഗത്തു നിന്നുള്ളതെല്ലാം മാറി തുടങ്ങി എന്നുള്ളതാണ്. അവര് എന്ത് പറഞ്ഞാലും ഒന്ന് വിട്ടുകൊടുക്കുവാനും അവരെ ഒന്ന് കേൾക്കുവാനും അവർക്കൊരു ഗ്ലാസ് വെള്ളം കൊടുക്കുവാനും ഒക്കെ സാധിച്ചത് ഞാൻ അല്ലനോൺ എന്ന ഫെലോഷിപ്പിൽ ആയതുകൊണ്ടാണ്. അതുകൊണ്ട് ഇന്ന് സുഖവും സന്തോഷമായിട്ട് ജീവിച്ചു പോകുന്നു. ഈ ഒരു 14 വർഷം എന്നൊക്കെ പറയുമ്പം ഇതിനു മുമ്പുള്ള ഒരു ദിവസങ്ങളിൽ ഞാൻ ആലോചിച്ചിട്ടുള്ളൂ, ഒരു ദിവസമെങ്കിലും ഭർത്താവ് മദ്യമില്ലാത്ത ഒരു ദിവസം ഉണ്ടാവുമോ എന്നുള്ളത്. എന്തായാലും എല്ലാവരുടെയും പ്രാർത്ഥന, അതിനുപരി ദൈവാനുഗ്രഹം, അതുകൊണ്ട് തന്നെയാണ് ഈ 14 വർഷത്തിലേക്ക് സോബറായിരിക്കാൻ സാധിച്ചത്. ഞങ്ങൾക്ക് ഒത്തിരി എന്താ പറയുക, ഒത്തിരി ഇതിനു പിന്നിൽ ഒത്തിരി അധ്വാനമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ സോബറായിട്ട് പോകുന്നത്. എല്ലാം ഒരു ദൈവാനുഗ്രഹം. മദ്യത്തിന് മുമ്പിൽ ശക്തിഹീനരാന്ന് നമ്മൾ മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്തില്ലെങ്കിൽ ഒരിക്കലും മുന്നോട്ടുള്ള ജീവിതം നല്ല രീതിയിൽ പോകാൻ സാധിക്കാതെ വരും. ഏതായാലും ഇന്ന് എൻ്റെ മക്കൾക്കൊരു നല്ല അച്ഛനായിട്ടും എനിക്ക് നല്ലൊരു ഭർത്താവായിട്ടും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ നല്ലൊരു മനുഷ്യനായിട്ടും സമൂഹത്തിലെ നല്ലൊരു എല്ലാ കാര്യങ്ങളിലും ഇടപെടാനും ഒക്കെ ഒരു നല്ല വ്യക്തിത്വം എന്ന നിലയിൽ പോകാനൊക്കെ ചാച്ചയ്ക്ക് സാധിക്കുന്നുണ്ട്. അതെല്ലാം ഈ ആൽക്കഹോളിക് അനോണിമസ് എന്ന ഫെലോഷിപ്പിനെ കണ്ടെത്തിയത് കൊണ്ടും ഞാൻ അല്ലനോണിലായതുകൊണ്ടും മക്കള് അല്ലറ്റീനിലായതുകൊണ്ടുമാണ്. അപ്പോൾ ഒത്തിരി നന്ദി പറയുകയാണ്. കൂട്ടിപ്പിടിച്ച പഴമക്കാർക്കും പുതുമക്കാർക്കും എല്ലാവർക്കും നന്ദി പറയുന്നു. പറഞ്ഞുകൊണ്ട് നന്ദി നിർത്തട്ടെ. ഓക്കെ. താങ്ക് യു ശാന്തി ചേച്ചി, താങ്ക് യു ഫോർ യുവർ ഷെയറിങ്. അടുത്തത് ശിവചേട്ടനാണോ വരുന്നത്? സാറേ ഞാൻ കയറാം. സാറേ കേൾക്കുന്നില്ലേ? ഉണ്ട്, പറഞ്ഞോളൂ ശിവചേട്ടാ. പ്രിയപ്പെട്ടവരെ, സുഖപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മദ്യപാന രോഗിയാണ്. ദൈവത്തിന്റെ അനുഗ്രഹത്താലും ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന മഹത്തായ കൂട്ടായ്മയിലായിരിക്കുന്നുണ്ട്. ഇന്നേ ദിവസം മദ്യപിച്ചിട്ടില്ല. എന്റെ പേര് ഷിബു. ഹായ് ശിവചേട്ടാ. ഹായ്. ഹായ്.
ഹായ് ചേട്ടാ. സുഖമാണ്. ഹായ് ഹായ്. സുഖമാണ്, സന്തോഷമാണ്. ആൽക്കഹോളിക്സ് അനോണിമസിലായതുകൊണ്ടാണ് സുഖം സന്തോഷമൊക്കെ അനുഭവിക്കാൻ സാധിക്കും. എന്തായാലും ദൈവാനുഗ്രഹം ഇന്ന് അല്ലെങ്കിൽ ഒരു 3 മണിക്കൂറോടെ കഴിയുമ്പോൾ 12 മണിക്ക് ശേഷം 14 വർഷത്തിലേക്ക് ദൈവാനുഗ്രഹം നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് എത്താൻ സാധിച്ചിട്ടുണ്ട്. ജീവന് ജീവിതവും തന്നത് ആൽക്കഹോളിക്സ് അനോണിമസ്. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സാർ. ഏതാണ്ട് ഒരു 2004 ആൽക്കഹോളിക്സ് അനോണിമസിനെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അഹങ്കാരത്തിന് കാലും കൈയും വെച്ചത് കൊണ്ട് തന്നെ അനോണിമസിനകത്തേക്ക് കയറാൻ 2010 എത്തേണ്ടതായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇപ്പോ ഒക്കെ ആൽക്കഹോളിക്സ് അനോണിമസിൽ കൂടി നടക്കുമ്പോൾ ഡ്രിങ്കിങ് അല്ല പ്രശ്നം, തിങ്കിങ് ആണ് പ്രശ്നം. ഞാൻ ആ പഴയ കാര്യങ്ങൾ ഓർക്കുമ്പോൾ എനിക്ക് അതാണ് തോന്നുന്നത്. എന്റെ കോഴിക്കോട് കോടഞ്ചേരിയില് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പഴമക്കാര് ഒരു മീറ്റിംഗ് കയറ്റിക്കൊണ്ട് പോയി. പക്ഷെ ആ മീറ്റിംഗിൽ ചെന്നപ്പോ, സോറി കേട്ടോ, വല്ലൊരു കണ്ണാടി വെച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ. അന്ന് എന്തോ കുറച്ച് പ്രായമായ ഒരാന്ന് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗിൽ, കോടഞ്ചേരി മീറ്റിംഗിലുള്ളത്. വേഗം ഞാന് ആ മീറ്റിങ്ങിനെ വിലയിരുത്തി. അതൊക്കെ കുഴിയിലേക്ക് കാലും നീട്ടിയിരിക്കുന്നവരുടെ മീറ്റിംഗ് ആണ്, ഇതൊന്നും എനിക്ക് ആവശ്യമില്ല എന്നുള്ള രീതിയിൽ ഞാൻ വിലയിരുത്തി. പക്ഷേ അന്ന് ഞാൻ കുഴിയിലേക്ക് കാലും നീട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞവരൊക്കെ കോടഞ്ചേരിയിൽ കൂടി വളരെ ചെറുപ്പക്കാരായി ഓടി നടക്കുന്നതൊക്കെ എൻ്റെ ജീവിതത്തിൽ കാണാൻ സാധിച്ചു. മദ്യപാനം എവിടെ എത്തിച്ചു എന്നൊക്കെ ചോദിച്ചാല്, ഞങ്ങളൊക്കെ ഷിബുവിനോട് ചോദിച്ചപ്പോ, ഞങ്ങളൊക്കെ പാല, മണിമല അവിടെ നിന്ന് ഇങ്ങോട്ട് കോടഞ്ചേരിയിലേക്ക് സെറ്റിലായവരാണ്, ആദ്യകാല കുടിയേറ്റക്കാരാണ്. ആനയും അമ്പാരിയും ഒക്കെ ആയിട്ട് കോടഞ്ചേരി ജനിച്ചതാണ്. അച്ഛൻ മലയാളത്തിൽ പറഞ്ഞ സ്വർണ്ണക്കരണ്ടിയുമായിട്ട് കോടഞ്ചേരി ജനിച്ചതാണ്. മദ്യപാനം ബൈബിളിലൊക്കെ പറയുന്ന മാതിരി, അല്ലെങ്കിൽ നമ്മുടെ വിശുദ്ധ ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്ന മാതിരി, മദ്യാസക്തൻ എന്ന് പറയുന്ന ആൾ കീർത്തുണി ഉടുക്കും എന്നൊക്കെ പറയുന്നത് വളരെ ശരിയാണ്. അഹങ്കാരത്തിന് കാലും കൈയും വെച്ചത് കൊണ്ട് തന്നെ ആര് പറഞ്ഞാലും കേൾക്കയില്ലാത്ത ഒരു അവസ്ഥ. അധ്വാനിക്കാതെ അപ്പൻ ഉണ്ടാക്കിയിട്ട റബ്ബർ തോട്ടമൊക്കെ വിറ്റ് കള്ള് കുടിക്കാൻ ഒരു മടിയുമില്ലാത്ത സൈക്കോസിസ് ആയിട്ടുള്ള വ്യക്തിത്വം. സത്യം പറഞ്ഞാല് കോടഞ്ചേരിയിലൊക്കെ നല്ല കച്ചവടം, CSTയും KGCയും ഉണ്ടായിരുന്ന ഒരു ബിസിനസ്സുകാരനായിരുന്നു. ആ കാലത്തൊക്കെയാണ് കല്യാണം പോലും നടക്കുന്നത്. ആനയും അമ്പാരിയുമായിട്ടൊക്കെ കല്യാണം നടത്തി വിട്ടതാണ്. പക്ഷെ അതിനൊന്നും ഒരു കിടക്കപ്പുറത്തി കൊടുത്തിട്ടില്ല, ഒരു നേരം ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല. ഒരു കണക്കിന് പറയുകയാണെങ്കിൽ കൂട്ടുകാരെ സമ്പാദിക്കാനായിട്ട് കുടിച്ചതാണ്. എവിടെ ചെന്നാലും, ഇപ്പൊ തൊടുപുഴ ചെന്ന കൂട്ടുകാര്, കൂത്താട്ടുകുളത്ത് ചെന്ന കൂട്ടുകാര്, തളിപ്പറമ്പ് ചെന്ന കൂട്ടുകാര്, കണ്ണൂര് ചെന്ന കൂട്ടുകാര്, അതൊക്കെ ഒരു പൊങ്ങച്ചമായിരുന്നു. ഓരോരോ ബാറിലൊക്കെ ചെല്ലുമ്പോ ആ ബാറിലൊക്കെ ചില വെയിറ്റർമാര് എന്നെപ്പോലുള്ള പമ്പര വിഡിയൊക്കെ കാണുമ്പോൾ തളിപ്പറമ്പ് സാമ്രാട്ടിലൊക്കെ സീറ്റ് റിസർവേഡ് എന്ന് പറഞ്ഞൊക്കെ ടേബിളിൽ റിസർവേഷൻ ബോർഡ് എടുത്തു വെക്കും. എന്നിട്ട് എന്നോട് പറയും, സാറ് രാവിലെ തന്നെ ഇത് റിസർവേഡ് ആണ് സാറ് വരുന്നത്. അതൊക്കെ കേൾക്കുമ്പോ ഞാനങ്ങോട്ട് പൊന്തി തല ആകാശത്ത് പോയി മുട്ടും. ആ അവസ്ഥയിലൊക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെ നമ്മളെ ചൂഷണം ചെയ്യാൻ പറ്റുന്ന കൂട്ടുകാരും, ഷിബു നീ ആരാണ്, നീ കോടഞ്ചേരിയിലെ രാജാവിന്റെ മകനാന്നൊക്കെ പറയുമ്പോ അപ്പൊ തന്നെ വിൽക്കും, 1/2 ഏക്കർ സ്ഥലമൊക്കെ അപ്പൊ തന്നെ വിൽക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അന്നത്തെ ആ കൂട്ടുകെട്ട് അവസാനം വന്നു കഴിഞ്ഞപ്പോൾ കോടഞ്ചേരിയിലോ ഒന്നും എനിക്കൊരു കൂട്ടുകാരില്ലാത്ത ഒരു അവസ്ഥയിലേക്ക്. എന്റെ കൂടെ മദ്യം കഴിച്ചവർ പോലും എന്നെ ചീത്ത പറയുന്ന അവസ്ഥയിലേക്ക് എത്തി. അവരെ കുറ്റപ്പെടുത്തുകയല്ല കേട്ടോ, ഈ 14 വർഷം ദൈവാനുഗ്രഹം കൊണ്ട് ഇന്ന് എത്തുമ്പോൾ അവരെ കുറ്റപ്പെടുത്തുകയല്ല. എന്റെ ചില
മദ്യപാനം കഴിച്ചതിന് ശേഷമുള്ള ചില സ്വഭാവങ്ങൾ അവർക്ക് ഇഷ്ടപ്പെടാതെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാന് എൻ്റെ അയലോക്കത്തൊരു ചെറുപ്പക്കാരൻ മരിച്ചു. ഇവിടെയുള്ള ഒരു തട്ടാപ്പണി എടുക്കുന്ന, സ്വർണത്തിന്റെ പണിയെടുക്കുന്ന ഒരു മോനാണ്. അവന് ഇതുപോലെ ലിവർ കംപ്ലൈന്റ് വന്നിട്ട് അവൻ മരിക്കും. അത് വീട്ടുകാരും നാട്ടുകാരും ഒക്കെ അത് മരിക്കും എന്നുള്ളത് തീരുമാനത്തിൽ എത്തിയതാണ്. അപ്പൊ അത് മരിച്ച ദിവസം ആ വീട്ടില് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ചെറിയ ബന്ധുക്കളൊക്കെ ഭാര്യയൊക്കെ ചുറ്റി വരുന്നൊന്ന് കരയുന്നുണ്ട്. എന്തായാലും ഞാന് അന്ന് വണ്ടിയുമായിട്ട്, ടാക്സി വണ്ടിയുമായിട്ട് കോടഞ്ചേരി കിടക്കുകയാണ്. അപ്പൊ എന്റെ വണ്ടി വിളിക്കാൻ 2-3 എന്റെ കൂട്ടുകാർ വന്നു. അവര് മരിച്ച വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇല്ലാന്നാവും. പക്ഷെ അവര് രണ്ടാമത് പറഞ്ഞു, ഷിബു എടാ നമുക്ക് അങ്ങോട്ട് പോകുന്നതിന്റെ ഭാഗമായിട്ട് 2 അടിച്ചിട്ടൊക്കെ പോവാം, നീ ബാറിലേക്ക് വണ്ടി എടുത്തിടാൻ പറഞ്ഞപ്പോ വലിയ സന്തോഷമായി. എന്തായാലും അവിടെ കയറി അവര് 2 അടിച്ചപ്പോ ഞാനൊരു 4 അടിച്ചിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് ആ മരിച്ച വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് നീ കയറി വരുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇല്ലാന്ന് പറഞ്ഞു. അവര് പറഞ്ഞു എടാ ചെറുപ്പക്കാരനാണ് മരിച്ചത്, നീ കൊതുകടിയും കൊണ്ടൊന്നും ഇവിടെ ഇരിക്കണ്ട എന്ന് പറഞ്ഞപ്പോ ഞാൻ ആ മരിച്ച വീട്ടിലേക്ക് അവരുടെ കൂടെ കയറി ചെന്നു. അവര് ഒരു പ്രാർത്ഥനയൊക്കെ ചൊല്ലി പുറത്തേക്ക് ഇറങ്ങി. പക്ഷെ ഞാൻ അവിടെ ചെന്നു, എനിക്ക് മരിച്ച അവനെ കണ്ടപ്പോ എനിക്ക് സങ്കടം സഹിച്ചില്ല. ഞാന് അനിയ നീ എന്നെ വിട്ടുപോയല്ലോ എന്നൊക്കെ പറഞ്ഞ് ആ ഡെഡ് ബോഡിയിലേക്ക് വീണു. എന്റെ കൂടെ വന്നവര് എന്നെ ആവെന്ന് പറഞ്ഞു, വേഷം കെട്ടരുത്, എഴുന്നേക്കെന്നൊക്കെ പറഞ്ഞാലും ഞാൻ കേട്ടില്ല. എന്നെ അവര് ബലമായിട്ട് പിടിച്ചു വന്നിച്ചപ്പോൾ ആ ഡെഡ് ബോഡിയിലുള്ള വെള്ളത്തുണിയായിട്ടാണ് ഞാൻ എഴുന്നേറ്റ് വന്നത്. അപ്പോ അത് അവരെ കുറ്റം പറയല്ല, അന്നൊക്കെ ആ രീതിയിലേക്ക് ഒരു മദ്യപാനം എത്തിയെന്നുള്ളത്. ആനയും അമ്പാരി സ്വർണ്ണക്കരണ്ടിയുമായ ജനിച്ച ഷിബു സത്യം പറഞ്ഞാല് ഒരു അണ്ടർവെയർ ഒക്കെ ഷഡിയൊക്കെ അലക്കിയിട്ട് പെരയുടെ മുന്നിലിടുകയല്ല, പുറകിലേ ഇടുകയുള്ളൂ. അതുപോലെ അതൊക്കെ നക്ഷത്രം പോലെയായി, അല്ലെങ്കിൽ മീൻ പിടിക്കാൻ പരുവത്തിലായി, ഓട്ടയായിട്ട്. ഒരു ക്വാർട്ടറിന് പൈസ തികയല, അതുകൊണ്ടാണ് ഇത് മേടിക്കാൻ പറ്റാത്ത പ്രശ്നമാണ്. ആ അവസ്ഥയിലേക്ക് താഴ്ന്നുപോയെന്നുള്ളത്. ആദ്യകാലത്ത് കുടിയേറിയ, പാലായിൽ നിന്നൊക്കെ കുടിയേറിയ കോടഞ്ചേരിയിലെ ആദിവാസി എന്നൊക്കെ പറയുന്ന ഷിബു ഒരു മൊട്ടായി ഭരണിയിൽ കൈയെടുത്ത് വെച്ച് സംസാരിച്ചാൽ മാറി നിൽക്കണ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഒരു വ്യക്തികള് അടിച്ചതിനകത്ത് കയറ്റാത്ത ഒരു അവസ്ഥ, ആ ഒരു അവസ്ഥയിലേക്ക് എത്തി കാര്യങ്ങൾ. വൈകുന്നേരമായാലും വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഭാര്യയെ പറഞ്ഞു തുടങ്ങി, ആ വന്നല്ല വനമാലാണ്. ഭാര്യയെ കുറ്റപ്പെടുത്തുകയല്ല കേട്ടോ, അതൊക്കെ എന്നെ കൊണ്ടാകാത്ത DADC സെന്ററുകളില്ല. ഞാൻ ഇപ്പോഴും പേരാമ്പ്ര ഒരു മീറ്റിങ്ങില്, ഇവിടുന്ന് 40-50 കിലോമീറ്റർ വ്യത്യാസമുണ്ട്, അവിടെ മീറ്റിംഗിൽ പങ്കെടുത്തിട്ട് ഞാൻ ഓടി വരികയാണ്. അപ്പം ഈ കുറ്റപ്പെടുത്തുകയല്ല, കൊണ്ടാകാത്ത സ്ഥലങ്ങളില്ല, ധ്യാന കേന്ദ്രങ്ങളില്ല. ഒരിടത്ത് പോയാലും ഒരു കുടി നിർത്തുന്നില്ല. കൂടി വന്നോ 1-2 മാസം, അതിനപ്പുറത്തേക്ക് പോകുന്നില്ല, വീണ്ടും കുടിക്കുക. സത്യം പറഞ്ഞാൽ ആൽക്കഹോളിക്സ് അനോണിമസില് മറ്റൊരു മദ്യാസത്തിനെ കാണുമ്പോൾ നിങ്ങളൊരു വെറുപ്പും ഒന്നും വിചാരിക്കരുത്, ചിന്തിക്കരുത്, കൂട്ടിപ്പിടിക്കണം എന്നൊക്കെയാ പറയുന്നത്. പക്ഷെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഈറ്റല്ലം എന്നറിയപ്പെടുന്ന സ്ഥലം കോഴിക്കോട് തിരുവമ്പാടിയാണ്. തിരുവമ്പാടി ഞാനുമായിട്ട് ഒരു കൂടി വന്ന ഒരു 5 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ. അവിടെയുള്ള ഏടെ പഴമക്കാർ പോലും എന്നെ കാണുമ്പോൾ കാർഷിച്ച് തുപ്പുന്ന അവസ്ഥയിലേക്ക് വരും. അവരെ കുറ്റപ്പെടുത്തുകയല്ല കേട്ടോ ഞാൻ പറയുന്നത്, വടി വെച്ചിടത്ത് ഞാൻ കുട വെക്കുകയില്ല. ഈ ആവശ്യമില്ലാത്ത വിലയിരുത്തലുകൾ, മീറ്റിംഗിൽ ചെന്ന് കഴിഞ്ഞാൽ മീറ്റിങ്ങിനെ വിലയിരുത്തലുകൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കാലത്ത് സോബറാകാൻ സാധിച്ചിട്ടില്ല, ഒരു കാലത്ത് സോബറാകാൻ സാധിച്ചു. എല്ലാ വിധത്തിലും അടിമുട്ടി, അഹങ്കാരത്തിന് കാലും കൈയും വെച്ചുകൊണ്ട്, സാധാരണ ഏടെ പഴമക്കാര് പറയുന്ന മാതിരി ഒന്ന് അടിമുട്ടാനുണ്ട് എന്നൊക്കെ പറയുന്ന സത്യങ്ങളൊക്കെ ഇപ്പോഴാണ് അതൊക്കെ മനസ്സിലാകുന്നത് കേട്ടോ. ഇനി അടിമുട്ടാനൊന്നുമില്ല. കോടഞ്ചേരിയില് ഒരു പോട്ടറിന് തെണ്ടന്റെ ഗതികേടായി ഏറ്റവും അവസാനം. ഭാര്യയൊക്കെ ഒരു പ്രത്യേക ഒരു അവസ്ഥയിലേക്ക്, മക്കളെയൊക്കെ ആനയും അമ്പാരിയും ഉണ്ടായിരുന്ന കാലത്തൊക്കെ കൊണ്ടുപോയി
ഈങ്ങാപ്പുഴ ഞങ്ങളുടെ ഇവിടുത്തെ ഏറ്റവും വലിയ സ്കൂളാണ് കേട്ടോ പറഞ്ഞു വരുന്നത്. ഈങ്ങാപ്പുഴ ബാർബസ്റ്റേലിയസ് എന്ന് പറയുന്ന സ്കൂളിലൊക്കെ കൊണ്ടുപോയി ചേർത്തതാ. അന്നൊക്കെ എൻ്റെ അമ്മയുടെ അനിയത്തിമാരൊക്കെ ടീച്ചർമാരാ. അവരൊക്കെ പറഞ്ഞു ഷിബു കൊണ്ടുപോയി ചേർക്കരുത്. പക്ഷെ അന്നൊക്കെ ഈ അഹങ്കാരം, മക്കൾക്ക് എന്തോ ഇംഗ്ലീഷ് സംസാരിക്കണമെന്നോ അങ്ങനെയൊക്കെ ഒരു ചിന്തയുള്ളത് കൊണ്ട് ആ മക്കളെയൊക്കെ കൊണ്ടുപോയി CBSE സിലബസിനൊക്കെ കൊണ്ടുപോയി ചേർത്തതാ. ചേർക്കുമ്പോഴൊക്കെ കച്ചവടവും കാര്യങ്ങളും ഒക്കെ അന്നും ഉണ്ട് കേട്ടോ. പക്ഷെ മക്കളെയൊക്കെ ചേർത്ത് കഴിഞ്ഞ് പിന്നീടൊന്നും ഐറ്റങ്ങളിൽ ഒരു ഫീസ് കൊടുക്കാനോ ഒരു ടൈ മേടിച്ചു കൊടുക്കാനോ ഒരു ഷൂ മേടിച്ചു കൊടുക്കാനോ ഒന്നും സാധിച്ചിട്ടില്ല. സത്യം പറഞ്ഞാല് അന്ന് ചേർക്കണ്ട എന്ന് പറഞ്ഞ് ഏളാമ്മമാരൊക്കെയാണ് പിന്നെ മക്കളുടെ വിദ്യാഭ്യാസവും കാര്യങ്ങളും ഒക്കെ നോക്കിയത്. ആ രീതിയിൽ അർബന്ധിച്ചു പോയെന്നുള്ളത്. ഈ മക്കളെയൊക്കെ ചേർത്ത് കഴിഞ്ഞ് ഒരു 7ാം ക്ലാസ്സിൽ നിന്ന് ആ സ്കൂളിലത്തെ അച്ഛൻ, ബസോലിയസിലെ അച്ഛൻ, പ്രിൻസിപ്പാൾ അച്ഛൻ വിളിച്ച് എന്നോട് ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ഷിബു മക്കള് ഒന്നും പഠിക്കുന്നില്ല എന്നുള്ളതല്ല, മക്കളോട് എന്ത് ചോദിക്കണം മക്കൾ ഒന്നിനെ പറ്റി പ്രതികരിക്കുന്നില്ല എന്നാ പറഞ്ഞു. കോപ്പി എഴുതാത്ത എന്താന്ന് ചോദിച്ചാൽ കണ്ണ് നിറയും, ഫീസ് അടയ്ക്കാത്ത എന്താണെന്ന് ചോദിച്ചാൽ കണ്ണ് നിറയും, എന്താ ടൈ കെട്ടാത്തതെന്ന് ചോദിച്ചാൽ കണ്ണ് നിറയും. ഒന്നിനോട് മക്കൾ പ്രതികരിക്കുന്നില്ല ഷിബു. അതുകൊണ്ട് പ്ലീസ് ഷിബു ഈ CBSE സിലബസ് എന്നുള്ളത് ഒരു മലയാള സിലബസ് കേരള സിലബസിൽ കൊണ്ടുപോയി ഒന്ന് ചേർക്കും. അപ്പം വലിയ കുഴപ്പമില്ലാതെ മക്കൾ പഠിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ അങ്ങോട്ട് പോയത് തന്നെ രാവിലെ പ്രിൻസിപ്പാളിന്റെ അടുത്തേക്ക് പോയത് തന്നെ ഒരു 4 കാട്ടാച്ചി റം അടിച്ചിട്ടാ പോയത്. അപ്പോ അവിടെ ചെന്നിട്ട് സത്യം പറഞ്ഞാൽ ഇന്നൊക്കെ അത് ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസ് പരിഹാരം ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് അച്ഛനോടൊക്കെ ക്ഷമ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ആ അച്ഛനോട് പറഞ്ഞത് വെള്ളയിട്ട കുഴിമാടമേന്ന അച്ഛനെയൊക്കെ അന്നത്തെ കാലത്ത് ഞാൻ വിളിച്ചത്. പാവപ്പെട്ടവന്റെ മക്കൾക്ക് പഠിക്കാൻ ഫീസ് ഇല്ലാതെ വന്നാൽ നിങ്ങൾ സ്കൂളിൽ നിന്ന് പുറത്താക്കും എന്ന് എനിക്ക് അറിയാമെന്നാ പറഞ്ഞത്. ആ അച്ഛൻ എന്നോട് പറഞ്ഞു, ഷിബു ഞാനൊരു വൈദികനാണെന്ന് നീ ഓർക്കണം കേട്ടോ, നീ എന്നോട് ഇങ്ങനെയൊന്നും സംസാരിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. എവിടെ രാവിലത്തെ പൂസല്ലേ, തലയ്ക്ക് പ്രാന്തല്ലേ. സത്യം പറഞ്ഞാൽ അവിടെ ഒരു മനു എന്ന് പറഞ്ഞ ഒരു ഡ്രൈവർ ഉണ്ട്, എന്റെയൊക്കെ ഒരു ഫ്രണ്ടാണ്. സത്യം പറഞ്ഞാൽ അവനെ അവസാനം എന്റെ കൈക്ക് വന്ന് പിടിച്ചിട്ട്, ചേട്ടാ ഇവിടെ കിടന്ന് ഒച്ചപ്പാട് ഉണ്ടാക്കരുതെന്ന് പറഞ്ഞാൽ സ്കൂളിൽ നിന്നൊക്കെ ഇറക്കി വിടുന്നത്. അങ്ങനെ ഏത് രീതിയിലും ശാരീരികമായിട്ട്, സാമ്പത്തികമായിട്ട്, മാനസികമായിട്ട് തകർന്നു തരിപ്പണമായെന്നുള്ളതാണ്. ആനയും അമ്പാരിയും ഒക്കെ ആയിട്ട് ജനിച്ച് ഞാനൊക്കെ സത്യം പറഞ്ഞാല് എന്റെയൊക്കെ വീട്ടില് അന്നത്തെ കാലത്ത് അംബാസഡറും പുതിയ ഡീസൽ ജീപ്പുകളും ഒക്കെ ഉണ്ടായിരുന്ന വീടാണ്. അപ്പനൊക്കെ ആ രീതിയിലൊക്കെ സമ്പാദിച്ച് അന്ന് പാലായിൽ നിന്ന് ഇവിടെ വന്ന് കാട്ടുപന്നിയോടും മലമ്പനിയോടും അസുഖങ്ങളോടും പൊരുതി വളരെ മനോഹരമായിട്ട് വളർത്തിയതാണ് ഞങ്ങളെ 3 മക്കളെയൊക്കെ. പക്ഷെ അപ്പൻ ഒരു പട്ടാളക്കാരനൊന്നും, അപ്പൻ തന്നെയാണ് ശരിക്കും മദ്യമൊക്കെ തന്നത്. പട്ടാളക്കാരനായതുകൊണ്ട് തന്നെ ഡാഡിക്ക് ഡാഡി അന്ന് തന്നെ പറയായിരുന്നു മദ്യം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നാട്ടുകാര് കൈകൊട്ടി ചിരിക്കുന്ന അവസ്ഥയിലൊന്നും ഒരിക്കലും മദ്യം കഴിക്കരുത്. പുള്ളിക്കാരൻ്റെ അത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അല്ലെങ്കിൽ എന്റെ കൂടെ തന്നെ എന്റെ ജ്യേഷ്ഠനൊക്കെ മദ്യം കഴിക്കലുണ്ടായിരുന്നതാണ്. ജ്യേഷ്ഠനൊന്നും എന്റെ രീതിയിലേക്ക് എത്തിയില്ല. അപ്പൊ ഈ രോഗത്തെ പറ്റിയൊക്കെ അത് ഒന്ന് സോബറായപ്പോൾ ആലോചിച്ച് കഴിയുമ്പോൾ മനസ്സിലാകുന്നത് ഇതിന്റെ ഒരു ഡേഞ്ചർ അവസ്ഥ. എല്ലാ വിധത്തിലും എന്ത് ചെയ്യാം, ബോഡി സമ്മതിക്കുകയില്ല. മദ്യമില്ലാതെ ഒന്ന് ഒപ്പിടണമെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ വെള്ള സിനിമ, നമ്മുടെ മുരളിയുടെ സിനിമയൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ചിന്തിക്കും. അതിനകത്ത് ആ നടൻ മുരളി എന്ന് പേരെഴുതുമ്പോൾ മുരളാന്നായി പോകുന്ന മാതിരി എവിടെ ഒരു ബാങ്കിൽ പോവുകയാണെങ്കിൽ പോലും ഒന്ന് 2 അടിക്കാതെ ഒപ്പിടാൻ സാധിക്കുക. എവിടെ ചെന്നാലും കൈ വിറച്ചിട്ട് ആ അവസ്ഥയിലേക്ക്. ഞാൻ ഒരു മാനന്തവാടി ഇമ്മാനുവൽ മാഷിന്റെ ഒക്കെ നാട്ടില് അവിടുത്തെ ഒരു ബാറുണ്ട്, ഒരു മാനസ സരസ എന്ന് പറഞ്ഞ ബാർ. അത് രാവിലെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 5 മണിക്കൊക്കെ അത് തുറന്നു വെക്കും. ഈ പണിക്കാര് തോട്ടം തൊഴിലാളികൾ പോകുന്നതുകൊണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അവിടെ ചെന്നൊരു പൈന്റ് മേടിച്ചിട്ട് അതിനകത്തൊന്ന് കുടിക്കാൻ നോക്കി കഴിഞ്ഞപ്പോൾ എന്റെ കൈ വിറച്ചിട്ട് സാധിക്കുന്നില്ല. തുളുമ്പി പുറത്തു പോവുക. ആ വെയിറ്റർ എന്നോട് ചോദിച്ചു, ഇത് എന്താ ചേട്ടാ അവസ്ഥ എന്ന് ചോദിച്ചു. ഞാൻ എന്നിട്ട് അത് എൻ്റെ ഒരു കൂടെയുള്ള എൻ്റെ ഒരു ബന്ധുക്കാരൻ പയ്യനോട് ഞാൻ സിബി അത് ബാത്റൂമിലേക്ക് എടുക്കാൻ പറഞ്ഞ. എന്നിട്ട് അവനത് വായിൽ ഒഴിച്ചു തരികയത്. സത്യം പറഞ്ഞാൽ ആ ഒഴിച്ചു തരുമ്പോഴും എന്നോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഇത് കഷ്ടപ്പെട്ട് കുടിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്ത് ചെയ്യാം, അവസാനം കിടക്കുമ്പോ കൈ വിറച്ചിട്ട് ഒരു ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തി. എല്ലാവർക്കും കുടി നിർത്തണം എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. ഇപ്പോ നമ്മള് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ബിഗ് ബുക്കിൽ പറയുന്ന മാതിരി
ഈ രോഗം ശമിപ്പിക്കുന്നതിന് ഒരു മനുഷ്യശക്തിക്കും കഴിയല്ല, ദൈവത്തെ തേടിയാൽ ദൈവത്തിന് ഇത് സാധിക്കുകയും രോഗശമനം വരുത്തുകയും ചെയ്യുന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം ഇപ്പോഴാണൊക്കെ മനസ്സിലാകുന്നത് കേട്ടോ. സത്യം പറഞ്ഞാല് എന്റെ ഡാഡിയുടെ മമ്മിയുടെ ഒക്കെ കൂടെ പഠിച്ചതാണ് നായിക്കുമാപ്പിലെ അച്ഛൻ, ധ്യാനഗുരു. അപ്പൊ എന്റെ വീട് സത്യം പറഞ്ഞാൽ ഈ അച്ഛന്റെ വീടിന്റെയും കോടഞ്ചേരി അങ്ങാടിയുടെ നടുക്കായിട്ട് വരും. അച്ഛൻ എന്റെ വീടിൽ നിന്ന് താഴത്തൂടി ഒക്കെ പോകുമ്പോൾ എന്റെ വീട്ടിൽ കയറും, മമ്മിയും ഡാഡിയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് വെച്ച് കയറുമ്പോഴൊക്കെ എന്റെ മമ്മി പറയും, അച്ഛാ ഇവന്റെ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിക്കണം കേട്ടോ. അച്ഛൻ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിക്കാനും തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അച്ഛനൊന്നും തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിച്ചിട്ട് എന്റെ കൂടി നിന്നിട്ടില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവസാന നാളുകളിലൊക്കെ ഞാൻ തലയിൽ നീട്ടിക്കൊണ്ട്, അല്ലെങ്കിൽ എന്റെ അമ്മ എന്റെ ബലമായിട്ട് എന്റെ കഴുത്ത് അച്ഛന്റെ മുന്നിൽ കൊണ്ടുപോയി വെച്ച് കഴിയുമ്പോൾ അച്ഛൻ പറഞ്ഞത്, എടാ പിശാചെ നിന്റെ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിച്ചാൽ എന്റെ തല പൊട്ടി പോകുന്ന അച്ഛൻ പറഞ്ഞു. ആ അവസ്ഥയിലേക്ക് ധാർമ്മികമായിട്ടും ആത്മീയമായിട്ടും ഒക്കെ തകർന്ന് തരിപ്പണമായി എന്നുള്ളതാണ്. എന്തും മദ്യം, സത്യം പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു പൊറോട്ടയൊക്കെ കഴിച്ചിട്ടുണ്ട്. എന്റെ ഒരു പഴയ മുണ്ടൊക്കെ ഭാര്യ ഇപ്പോഴും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലൊക്കെ നക്ഷത്രത്തിന്റെ പഴയ ചുവന്ന അച്ചാറിന്റെ പടം മാത്രമേ ഉള്ളൂ ആ തൂക്കല്. വേറെ ഒരു ഭക്ഷണമില്ല. സാധാരണ തിരുവമ്പടിയിലുള്ള പഴമക്കാരൊക്കെ ഷെയർ ചെയ്യുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, ഒന്ന് വിനയ് ഭാഷൊക്കെ കഞ്ഞി കുടിക്കാൻ കൊതിയാകുന്നു എന്നൊക്കെ പറഞ്ഞ മാതിരി ഒരു ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ. എന്തായാലും ഈ പിള്ളേരുടെ പ്രിൻസിപ്പാള് പിള്ളേരെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞ അന്ന് ഇറങ്ങിപ്പോന്ന് വീട്ടിൽ വന്ന് അപ്പോഴാണ് വീണ്ടും ഒരു ഡി അഡിഷൻ സെന്ററിലേക്ക് എത്തുന്നത്. എന്തായാലും അവസാനത്തെ ഒരു ഡി അഡിഷൻ സെന്ററിൽ എന്റെ ഭാര്യയൊന്നും അല്ല കേട്ടോ എന്നെ കൊണ്ടുപോകുന്നത്. കോടഞ്ചേരിയിലുള്ള ഓട്ടോറിക്ഷക്കാരും പോട്ടർമാരും കൂടിയാണ് അവസാനം എന്നെ ഒരു ഡി അഡിഷൻ സെന്ററിലേക്ക് കൊണ്ടുപോകുന്നത്. ഭാര്യയെ കുറ്റപ്പെടുത്തുമൊന്നും അല്ല കേട്ടോ. അവര് എന്നെ കൊണ്ടുപോകാത്ത ഡി അഡിഷൻ സെന്ററുകളില്ല. ഞാന് കേരളത്തിൽ കിടക്കാത്ത ഡി അഡിഷൻ സെന്ററുകൾ പോലും കുറവാണ് ഞാൻ. അപ്പൊ അവര് മടുത്തു. അവരോട് അവസാനത്തെ ഒരു ഡി അഡിഷൻ സെന്ററിൽ എന്റെ ഇവിടെയുള്ള ഏടെ പഴമക്കാര് വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു, ആ ഡി അഡിഷൻ സെന്ററിൽ കൊണ്ടുവന്ന പൈസ ഉണ്ടെങ്കിൽ എന്റെ മക്കൾക്ക് ബിസ്ക്കറ്റ് മേടിച്ചു കൊടുക്കാന്നാ പറഞ്ഞു. ഈ വേഷം കെട്ടിന് എന്നെ കിട്ടിയല്ലാന്നാ പറഞ്ഞു. എന്തായാലും കോടഞ്ചേരിയിലുള്ള ചില കച്ചവടക്കാരൊക്കെ എന്നോട് ചോദിച്ചു, നീ നിർത്താനുള്ള തീരുമാനം ഉണ്ടോ അതോ വേഷം കെട്ടാണോ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല, ഞാൻ മരിച്ചു പോകും, നിങ്ങൾ എന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അവര് കൊണ്ടുപോയി ഒരു ഡി അഡിഷൻ സെന്ററിൽ കൊണ്ടുപോയി. എന്തായാലും അവിടെ നിന്ന് ഇപ്പൊ ഞാൻ പേരാമ്പ്ര ഷെയർ ചെയ്തിട്ട് വന്നതേ ഉള്ളൂ. അപ്പൊ അവിടെ നിന്ന് തിരുവമ്പാടിയിലുള്ള ഏടെ പഴമക്കാരൊക്കെ വരുമ്പോ ആ ഡി അഡിഷൻ സെന്ററിൽ അവര് വരുമ്പോ എന്നെ കാണുന്നുണ്ട്. അവര് മോനെ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ അവരെന്നോട് അന്ന് ദേഷ്യത്തിന്റെ ഭാവത്തിലാണ് സംസാരിച്ചേ. അത് അവരെ ഇട്ട് കളിപ്പിക്കുന്നതുകൊണ്ടേ, എടാ നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നീ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗ് കയറണമെന്നാണ്. നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നീ, ചില ആൾക്കാർക്ക് എന്നോട് ചോദിച്ചു, നീ ആ കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ഈ കുടി നീ സ്വന്തം അധ്വാനിച്ചതെന്ന് ഈ അപ്പൻ ഉണ്ടാക്കിയിട്ടതൊക്കെ വിറ്റ് കള്ളു കുടിക്കാന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഞാൻ ഇതൊക്കെ പറയുമ്പോഴും എന്റെ ഭാര്യയൊക്കെ എന്റെ കാലേ വീണ് കരഞ്ഞിട്ടുണ്ട്. 2 പെൺമക്കളാണെന്ന് ഓർക്കണം കേട്ടോ. ഈ ജാതി കുടി കുടിച്ചാല്. അപ്പോഴൊക്കെ എനിക്ക് അതിന് പറ്റിയ ഡയലോഗുകളുണ്ട്. ബോംബെ, അന്തേരി, കെല്ലിയില് ആൾക്കാർ ജീവിക്കുന്നില്ലേ? അല്ലെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല, നാളെ ഞാൻ ഉണ്ടാക്കും. ഈ മിഥ്യാധാരണകൾ ശരിക്കും സൈക്കോസിസ് എന്ന് വേണം പറയാൻ. ഞാനൊക്കെ ചില ഈ ലോട്ടറി ഒക്കെ എടുക്കല്, ഞാന് പിറ്റേ ദിവസം ഇങ്ങനെ സ്വപ്നം കാണും, എൻഫീൽഡിന്റെ ഹെലികോപ്റ്റർ വാങ്ങുന്നതും യൂസഫ് അലി നടക്കുന്ന മാതിരിയൊക്കെ നാളെ നടക്കാൻ പറ്റൂലോ. അപ്പൊ അതനുസരിച്ചുള്ള, ഞാൻ കോടഞ്ചേരിയിൽ എന്റെ ഒരു കൂട്ടുകാരനോട് ഒരു 2000 രൂപ വായ്പ മേടിച്ചു. സത്യം പറഞ്ഞാല് പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. വായ്പ മേടിച്ചതല്ല, പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. അയാൾ ഒരു ദിവസം ഗ്രഹപ്പഴയ്ക്ക് എന്റെ മുന്നിൽ വന്ന് ചാടി. അയാൾ എന്റെ കോളറിന് കുത്തിപ്പിടിച്ചു. പൈസ തന്നിട്ട് നീ പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞു, ജോൺ ചേട്ടാ, നാളെ മോശക്കാരാക്കല്, ഞാൻ പൈസ തരാനായിട്ട് തന്നെയാണ് ഇന്ന് ഇറങ്ങിയത്, എല്ലാവരുടെയും പൈസ കൊടുക്കാനായിട്ടാണ് ഇറങ്ങിയത്. ജോൺ ചേട്ടൻ എന്റെ കോളറിനെ പിടിച്ചത് വിടണം, ആൾക്കാർ ശ്രദ്ധിക്കണം. അയാൾ വേഗം വിട്ടു കേട്ടോ. ഞാൻ പറഞ്ഞു, ഞാനൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാമെന്ന്. അപ്പൊ അയാൾ അങ്ങോട്ട് പോയി. അയാൾ പോകുമ്പോഴും എന്റെ കയ്യിൽ ഒരു 100-400 രൂപയുണ്ട്.
ഞാൻ അയാൾ പോയപ്പോ അടുത്ത ബാറിൽ കയറിയ 400 രൂപയ്ക്ക് മദ്യം കഴിച്ചു എന്നുള്ള. അതിനുശേഷം അയാളുടെ പീടികയുടെ മുന്നിലേക്ക് ചെന്നിട്ട് ജോണേന്ന് വിളിച്ചിട്ട് പറയാത്ത തെറിയൊന്നുമില്ല. നിന്റെ 2000 രൂപയിലൂടെ നാളെ 10 മണിക്ക് നിനക്ക് 20,000 രൂപ കൊണ്ടുവന്ന് തരൂടാ. പിന്നെ ബാക്കി വാക്കുകൾ ഞാൻ പറയാൻ പറ്റിയല്ല, നമ്മൾ അനോണിമസ് ആയി പോയല്ലോ. ആജാതി തെറിയ അയാളോട് പറഞ്ഞത്. നാളെ 10 മണിക്ക് നാളെ 10 മണി ആകട്ടാന്നാ പറഞ്ഞു. ഇത് ഇയാളോട് ഈ തെറി പറയുന്നത് നാളത്തെ അടിക്കുന്ന ഒരു ലോട്ടറി പോക്കറ്റ് കിടപ്പാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ശരിയായ ആ ഒരു സൈക്കോസിസിലേക്ക് മദ്യപാനം എത്തിച്ചു എന്നുള്ളതാണ്. എന്തായാലും ദൈവാദിനം അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവസാനത്തെ ഒരു DADC സെന്ററിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ ചെന്നപ്പോൾ സത്യം പറഞ്ഞാൽ അവിടുത്തെ ഒരു മോട്ടിവേറ്ററായ പത്രോസ് സാർ എന്ന് പറഞ്ഞ ആള് സത്യം പറഞ്ഞാല് 100 പേരെ ചികിത്സിക്കുമ്പോൾ ഷിബു അതിനകത്ത് സോബറായിട്ട് വരുന്നത് 7 പേരാണെന്നാണ് പറഞ്ഞത്. ആ 7 പേരിൽ 5 വർഷം തയ്ക്കുന്നത് 2 പേരാണ്. അയാളത് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എന്റെ ബ്ലഡിന്റെ ഓട്ടം നിന്നു. പക്ഷെ അയാൾ അന്ന് എന്റെ നേരെ വിരലി കൊണ്ടിട്ട് പറഞ്ഞു, ഷിബു ആ 2-ൽ 1 നീ ആകണം എന്ന് വിചാരിച്ചാൽ നീ ആകും കേട്ടോന്നാണ്. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ അന്നൊന്ന് എന്റെ മനസ്സിലൊന്ന് ഞാൻ എന്റെ ദൈവത്തോടൊന്ന് പറഞ്ഞു കേട്ടോ, ദൈവമേ ആ രീതിയിൽ നടക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, എന്നെ നടത്തണമേന്നൊക്കെ ഞാനൊന്ന് പറഞ്ഞു കേട്ടോ. എന്തായാലും അവിടുന്ന് ഒരു 21 ദിവസത്തെ ചികിത്സ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. അന്നൊരു വെള്ളിയാഴ്ചയാണ് ഞാൻ ചികിത്സ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. ഞാൻ കട്ടിപ്പാറ എന്ന് പറയുന്നത് അധികം ദൂരമില്ല. ഞാനൊരു ഉച്ചയായപ്പോഴത്തേക്കും രാവിലെ തന്നെ എന്നെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്തു. ഉച്ചയായപ്പോഴത്തേക്കും ഞാൻ വീട്ടിലെത്തി. വീട്ടിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. ഞാൻ ആ സ്ഥാപനത്തിന്റെ ഡയറക്ടർ സിസ്റ്ററോട് ഞാൻ വിളിച്ചു ചോദിച്ചു, സിസ്റ്റർ ഇന്ന് മീറ്റിംഗ് പോകണമെന്ന് ചോദിച്ചപ്പോൾ സിസ്റ്റർ പറഞ്ഞത്, ഇല്ല ഷിബു ഇന്ന് പോയില്ല, നീ ഇന്ന് ഇവിടുന്ന് പോയതല്ലേ ഉള്ളൂ, പോയില്ലേലും കുഴപ്പമില്ലടാന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ മോട്ടിവേറ്റർ പത്രോസ് സാറിനോട് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു, അപ്പൊ തന്നെ നീ കൂടി പോയി പോകുന്നില്ല, നീ വൈകുന്നേരം മീറ്റിംഗിൽ പോകാൻ പറ്റുമെങ്കിൽ പൊക്കോളാൻ പറഞ്ഞു. എന്തായാലും നിങ്ങളെപ്പോലെ ഒന്നും അല്ല ഞാൻ. എന്റെ അടുത്തൊരു മീറ്റിംഗിൽ പോകാൻ അല്ലെങ്കിൽ ഉടുതുണിക്കും മറുതുണി ഇല്ലാത്ത അവസ്ഥയിലാണ് ഞാൻ കോടഞ്ചേരിയില് ഭാര്യയുടെ കെട്ടുതാലി പോലും പണയം വെച്ചിട്ടാണ് അന്നത്തെ കാലത്ത് ആ DADC സെന്ററിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോകുന്നത്. നാളെ മക്കൾക്ക് അരി മേടിക്കാൻ പോലും എന്റെ കൈ 10 പൈസയില്ല. പക്ഷെ ഞാൻ അന്ന് വൈകുന്നേരം മീറ്റിംഗിൽ പോയെന്നുള്ളതാണ്. ആ തിരുവമ്പാടിയിലുള്ള ആൾക്കാര് എന്നോട് ദേഷ്യത്തിന്റെ ഭാവത്തിലാണ് സംസാരിച്ചെങ്കിലും അതിലൊക്കെ ഒരു സ്നേഹത്തിന്റെ ഒരു മയം ഉണ്ടായിരുന്നു. അവരുടെ ആ ദേഷ്യം എന്റെ പറ്റീര്, ആ പറ്റീര് കൊണ്ട് അവര് നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ മീറ്റിംഗിൽ കയറാനൊക്കെ പറഞ്ഞെന്ന് എനിക്ക് എന്റെ ദൈവം ഒന്ന് മാറി ചിന്തിക്കാനായിട്ടുള്ള വേദിയൊക്കെ ഒരുക്കി തന്നു. എന്തായാലും അന്ന് വെള്ളിയാഴ്ച ഞാൻ എന്റെ വീടിനടുത്തുള്ള ഇവിടുന്ന് ഏതോ ഒരു ബൈക്കുകാരനോട് പറഞ്ഞു ഇങ്ങനെ എന്നെ ചെമ്പടൂർ കൊണ്ടു. അപ്പൊ അവൻ എന്നോട് ചോദിച്ചു, എന്നാ ഷിബു എന്തിനാ നീ ചെമ്പടൂർ പോകുന്നത്? അവന്റെ വിചാരം എല്ലാം നാടൻ ചാരായം കുടിക്കാനായിരിക്കും. ഞാൻ പറഞ്ഞു, ഈ മദ്യപാനം നിർത്തിയവരുടെ ഒരു മീറ്റിംഗ് ഉണ്ട്, അതിനകത്ത് പങ്കെടുക്കാൻ. അവൻ പറഞ്ഞു, നീ കയറണം, നിന്നെ ഞാൻ ബൈക്കിൽ കൊണ്ടുപോയാക്കാൻ പറഞ്ഞു. അവൻ കൊണ്ടുപോയാക്കി. തിരിച്ച് അവിടുന്ന് ഏതോ പഴമക്കാര് തിരിച്ച് കോടഞ്ചേരി ഇറക്കി വിട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞു. അവരെ എന്റെ വീടിന്റെ അവിടെ കൊണ്ടുവന്ന് ഇറക്കി വിട്ടു. അങ്ങനെ തുടങ്ങിയ ഒരു പ്രയാണമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിലൊന്നും ഒരു വണ്ടിക്കൂലി കയ്യിലെടുക്കാനില്ല. ആരോ ഈ തിരുവമ്പാടിയിലെ ബദിച്ചിപ്പറമ്പ് രാജചേട്ടനാണോ, ബിനോയ് മാഷെ പോലുള്ള ആൾക്കാരാണോ, KC സണ്ണിച്ചേട്ടനെ പോലെ ആൾക്കാർ ആരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആരോ എന്റെ ചെവിയിലൊന്ന് പറഞ്ഞു മാറി തന്നു, ഏയുടെ മീറ്റിംഗിന്റെ അധ്യക്ഷനോട് ചോദിച്ചാൽ തിരിച്ചു വണ്ടിക്കൂലി കിട്ടുമെന്നൊക്കെ. ഞാൻ സത്യം പറഞ്ഞാൽ ഈ ബാലുശ്ശേരി എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് നിന്ന് ഏയുടെ ഒരു പഴമക്കാരനായ പ്രദീപേട്ടനോടൊക്കെ ഞാൻ വണ്ടിക്കൂലിക്ക് പൈസ മേടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. പോരാ പൈസ പ്രദീപേട്ടൻ അന്നത്തെ കാലത്ത് 100 രൂപ എടുത്ത് നീട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ അതിനകത്തുനിന്ന് ഒരു 20 രൂപ എന്റെ വണ്ടിക്കൂലിയുടെ പൈസ എനിക്ക് മതി എന്ന് പറഞ്ഞാൽ 20 രൂപ എടുത്തോണ്ട് ഞാൻ പോന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ കരീംക പെരിന്തൽമണ്ണ ഒക്കെ ചെന്നിട്ട് കരീംകയോട് പൈസ മേടിച്ചുകൊണ്ട് പോന്നിട്ടുണ്ട്. എന്തായാലും അങ്ങനെ ഞാൻ മീറ്റിങ്ങിലേക്ക് ഒന്ന് കയറാൻ തുടങ്ങി. അപ്പോഴും വീട്ടിൽ ചില പ്രശ്നങ്ങളുണ്ട് കേട്ടോ. വീട്ടിൽ ഞാൻ താടക്കൊക്കെ കൈ കൊടുത്ത് ഇരുന്ന് ചിന്തിക്കുമ്പോൾ ഭാര്യ എന്നോട് വന്ന് ചോദിക്കും, സാർ എന്താ കുലങ്കഷമായി ചിന്തിക്കുന്നത്, എന്റെ സ്വർണം എടുത്തു തരാനായിട്ടാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ആകെ ഒരു വിഷമ. നമ്മള് മക്കൾക്ക് നാളെ ഒരു കിലോ അരി എങ്ങനെ മേടിക്കണം, അല്ലെങ്കിൽ ഒരു 10 രൂപയുടെ മത്തി എങ്ങനെ മേടിക്കണം എന്ന് വിചാരിച്ച് ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഭാര്യയുടെ ഇതുപോലുള്ള റോങ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ആകെ വയലന്റ് ആവും. അപ്പോ
ഏക്കാരോട് ചോദിച്ചപ്പോൾ എന്നോട് ആകെ പറഞ്ഞത്, ഷിബു നീ ഭാര്യയുടെയും മക്കളുടെയും കൂടി കൈക്ക് പിടിച്ച് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗിൽ കയറാനാ പറഞ്ഞത്. എന്തായാലും അങ്ങനെയാണ് നേരത്തെ എന്റെ ഭാര്യ ഷാൻജി ഷെയർ ചെയ്ത മാതിരി. സത്യം പറഞ്ഞാൽ ഞാൻ രാത്രി 10 മണിക്കൊക്കെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പഴമക്കാരുടെ അടുത്തേക്കും എന്റെ മോട്ടിവേറ്ററിന്റെ അടുത്തേക്കും ഒക്കെ ഞാൻ രാത്രി ഒക്കെ എന്റെ ഭാര്യയെ വലിച്ച് വണ്ടിയെ കയറ്റി ഞാൻ പോയിട്ടുണ്ട്. ഷാൻഡി പറഞ്ഞത് ശരിയാണ്. ഷാൻഡി ഇരിക്കുന്ന സൈഡ് നോക്കി ഞാൻ കട്ടറിലൊക്കെ ചാടിക്കും, ഈ പിശാചൊന്ന് കുലുങ്ങി ഇരിക്കട്ടെ എന്ന് ഓർത്തത്. അത്രയും ദേഷ്യം പിടിച്ചിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒന്നെങ്കിൽ എയുടെ മെമ്പർമാരെ എല്ലാം സംസാരിച്ച് തീർത്ത്, അല്ലെങ്കിൽ എന്റെ മോട്ടിവേറ്ററിന്റെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ അയാൾ രാത്രി ഒരു 11 മണിയാകുമ്പോഴത്തേക്കും രണ്ടിനെയും സംസാരിച്ച് പ്രശ്നങ്ങളൊക്കെ തീർത്ത് ഒന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് ഒന്ന് ഹഗ് ചെയ്ത് തിരിച്ചുവിടും. അവിടെ തുടങ്ങിയ ഒരു പ്രയാണമാണ്. അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസില് കുടുംബവുമായിട്ട് പോകുന്നവരെ ഞാനൊന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി. അവര് വളരെ സന്തോഷകരമായിട്ട് ഫാമിലി ആയിട്ട് മീറ്റിംഗിൽ കയറുന്ന ആൾക്കാരെ ഞാനൊന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ അതിനെപ്പറ്റി പഠിച്ചപ്പോൾ ഇതൊരു ഫാമിലി ഡിസീസ് അല്ലേ, നമുക്ക് മാത്രം ചികിത്സ എടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഞാനത് അങ്ങനെ ഒരു പ്രയാണം തുടങ്ങിയതാണ്. ആൽക്കഹോളിക്സ് അനോണിമസിൽ നിന്ന് ആൽക്കഹോളിക്സ് അനോണിമസിലേക്ക് എല്ലാ ദിവസവും വെള്ളിയാഴ്ച വൈകുന്നേരം ഇവിടെ കോടഞ്ചേരി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്ഥലത്തുനിന്ന് പുറത്തേക്ക് ബസ്സൊക്കെ കുറവാ, പകലേ ഉള്ളൂ. അതിന് തിരുവമ്പാടി പോയിട്ട് നമ്മുടെ തൊടുപുഴ ഷിബുവിന്റെ നാട്ടിലേക്കും ഒക്കെ എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം ഈ ശബരിമലയ്ക്ക് പോകുന്ന മാതിരി 2 പെൺമക്കളുടെ തലയില് ബാഗൊക്കെ ആയി കൊടുത്ത് ഞങ്ങൾ ഇങ്ങനെ യാത്ര, ആൽക്കഹോളിക്സ് അനോണിമസിൽ നിന്ന് ആൽക്കഹോളിക്സ് അനോണിമസിലേക്ക് യാത്ര. ഒരു തിരുവനന്തപുരത്തോ കൊല്ലത്തോ കോയമ്പത്തൂരോ ഊട്ടിയോ ബാംഗ്ലൂരോ ഒന്നും മീറ്റിങ്ങുകൾ ഒഴിവാക്കുന്നില്ല. എവിടെയൊക്കെ ഉണ്ടോ ആ മീറ്റിങ്ങിലൊക്കെ തിരിച്ച് എങ്ങനെ പോരുമെന്നൊന്നും ചിന്തിക്കലില്ല. അല്ലെങ്കിൽ എനിക്ക് വയസ്സായ അമ്മയുണ്ട്, എനിക്ക് വീട്ടിലെ ആടുണ്ട്, കോഴിയുണ്ട്. പക്ഷെ മീറ്റിങ്ങിൽ എവിടെയെങ്കിലും ആരെങ്കിലും ഒരു നോട്ടീസ് തന്നാൽ, ഒരു വാർഷികത്തിന്റെ നോട്ടീസ് തന്നാൽ അത് ആ വാർഷികത്തിന് എത്തിപ്പെടാനായിട്ട് ഒരു മനസ്സ്. പക്ഷെ ഞാനത് അങ്ങനെ കാണിച്ചത് കൊണ്ടായിരിക്കാം എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒന്നും ഉണ്ടായിട്ടില്ല ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗിൽ പോകാൻ. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ യാത്ര തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് ദൈവം പ്രൈവറ്റ് ബസ്സിൽ എനിക്ക് പൈസ വേണ്ട, KSRTCയിൽ എനിക്ക് പൈസ വേണ്ട, ട്രെയിനില് എനിക്ക് പൈസ വേണ്ട, എന്റെ കൂടെ യാത്ര ചെയ്യുന്നവന് പൈസ വേണ്ട, അങ്ങനെയൊക്കെ ആക്കി തന്നു കേട്ടോ. ആൽക്കഹോളിക്സ് അനോണിമസിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ മിറാക്കിൾ സംഭവിക്കും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ മാതിരിയാണ്, ഞാന് ആൽക്കഹോളിക്സ് അനോണിമസിൽ കൂടി യാത്ര ചെയ്ത് കഴിഞ്ഞിട്ടും എനിക്കൊരു അത്ഭുതങ്ങളും നടന്നില്ല കേട്ടോ. അത് നിങ്ങളോട് പറയാതിരിക്കാൻ പറ്റിയല്ല. ഞാന് ഒരു ദിവസം തിരുവമ്പാടി നമ്മുടെ പഴമക്കാരനായ രാജു ചേട്ടന്റെ അടുത്ത് ചെന്നു. രാജുചേട്ടന്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ പറഞ്ഞു, രാജുചേട്ടാ അത്ഭുതങ്ങളൊക്കെ നടക്കുമെന്ന് പറയുമ്പോഴും എന്റെ വീട് ജപ്തി ചെയ്യാനായിട്ട് ആൾക്കാര്, ബാങ്കുകാര് ചങ്ങലയായിട്ട് നടക്കുകയാണ്, എനിക്കൊരു അത്ഭുതവും നടക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ മതിച്ചിപ്പറമ്പ് രാജുചേട്ടൻ്റെ ഒരു സ്വഭാവമുണ്ട്, മോനെ എന്നൊക്കെ വിളിച്ച് വീട്ടിനുള്ളിൽ കയറ്റി ഇരുത്തിട്ട് നല്ല ഐസ് ട്യൂബ് ഒക്കെ ഇട്ട് നാരങ്ങ വെള്ളം തരും. അതൊക്കെ എനിക്ക് തന്നു. മോനെ നീ ഇത് കുടിക്കണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, എടാ നാടകം നിർത്തണമെന്നാ പറഞ്ഞു. നാടകം നിർത്തണമെന്നാ പറഞ്ഞു. ഈ പോയിട്ടും ഷെയറിംഗ് ഒക്കെ തുപ്പും തൊടിയും വെച്ച് പറയുക, ഇല്ലാത്ത പരിപാടിയൊക്കെ പറയുക, നാടകം നിർത്തണമെന്നാ പറഞ്ഞു. നാടകം നിർത്തണം, നീ നിന്നോട് തന്നെ ഒന്ന് സത്യസന്ധനാകണം ശിവു എന്നാ പറഞ്ഞു. പ്രിയ സുഹൃത്തുക്കളെ, അവിടെ നിന്നാണ് ഈ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 12 പടികളിലേക്ക് ഒരു മാഹാത്മ്യം ഞാൻ മനസ്സിലാക്കുന്നത്. മെല്ലെ അതൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. രാജു ചേട്ടന്റെ ആ പറച്ചിലൊക്കെ തലയിൽ താത്തി പിടിച്ച് കേട്ട് അത് അങ്ങോട്ട് തലച്ചോറിലേക്ക് അങ്ങോട്ട് കയറ്റി ഇട്ടു എന്നുള്ളതാണ്. മെല്ലെ ഒന്ന് ഈ 12 പടികളൊന്ന് പ്രാക്ടീസ് ചെയ്യാം. സത്യം പറഞ്ഞാല് ഈ നമ്മുടെ കുടിയന്റെ ബൈബിള് എന്ന് പറയുന്ന ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ബിഗ് ബുക്ക് എടുത്ത് കഷത്തിൽ വെച്ച് ഇവിടെ വേനപ്പാറ എന്ന് പറയുന്ന അധ്യാപകരുടെ തന്നെ ഒരു ഗ്രൂപ്പുണ്ട്, വേനപ്പാറ. കൂടുതലും അധ്യാപകരാണ്. അവര് അവിടെ ബിഗ് ബുക്ക് സ്റ്റഡി മീറ്റിങ്ങും 12 on 12
സ്റ്റെപ്പ് സ്റ്റഡി മീറ്റിംഗ് നടത്തിയിരുന്നു. ഞാൻ അവിടെ ഈ ബിഗ് ബുക്കും 12-12 കഷത്തി വെച്ച് ഞാൻ എല്ലാ വ്യാഴാഴ്ചയും ആ മീറ്റിങ്ങിൽ പോകും. ഞാൻ അവിടെ അത് വർഷങ്ങളോളം എല്ലാ വ്യാഴാഴ്ച മീറ്റിംഗ് ഞാൻ പോകും. ബാക്കി എല്ലാ പരിപാടിയും വെച്ച് എനിക്കിതൊന്ന് പ്രാക്ടീസ് ചെയ്യണം. ഇത് ഒന്നാമത്തെ എനിക്ക് ഏടെ ഈ ബുക്സ് ഇച്ചിരി മലയാളത്തിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്ത് ഞാൻ ഇപ്പോഴും ചിലപ്പോൾ പറയും ഇത് ആര് ട്രാൻസ്ലേഷൻ ചെയ്തോ അതൊക്കെ ഞാൻ ചിലതരത്ത് ഇപ്പോഴും ഡെയിലി ഒക്കെ വായിക്കുമ്പോൾ എനിക്കിപ്പോഴും ആ കൂട്ടി പോകും. അപ്പൊ ഇച്ചിരി ടഫാണ്. അപ്പൊ അതൊന്നും എന്റെ ഒരു വിദ്യാഭ്യാസത്തിന് എനിക്കതൊന്നും മനസ്സിലാകുന്ന വിധത്തിലല്ലായിരുന്നു. പക്ഷെ ദൈവാനുഗ്രഹം കേട്ടോ, ഞാൻ എന്ത് ചോദിച്ചാലും അതിന് മറുപടി തരാൻ പറ്റുന്ന ആൽക്കഹോളിക് അനോണിമസിന് 30 വർഷത്തിന് മുകളിലായി ഒരുപാട് ആൾക്കാർ തിരുവമ്പാടിയിലുണ്ട് കേട്ടോ. പക്ഷെ ഞാനത് ഒന്ന് പഠിക്കാനായിട്ട് അവിടെ പോവുകയും അത് മെല്ലെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാനും തുടങ്ങി എന്നുള്ള. ഞാനൊരു വലിയൊരു പ്രതിഭാസമായിരുന്നോ ഒന്നുമല്ല കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത്. ഇന്നും ഈ 14 വർഷം ആകുമ്പോഴും ആ ഒരു മഹാസമുദ്രത്തിലെ ഒരു തുള്ളി ഡ്രോപ്സ് ഒക്കെ എന്റെ ദേഹത്ത് നിന്ന് തെറിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആ പടികളും പാരമ്പര്യങ്ങളും ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഞാൻ അവസാനം ജീവിക്കാൻ മാർഗമില്ലാതെ കോടഞ്ചേരിയിലൊക്കെ ഒരു ഓട്ടോറിക്ഷയും എടുത്ത് ജീവിതം തേടി ഇറങ്ങിയവനാ. ആ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലൊക്കെ കോടഞ്ചേരിയാണ്, വലിയ ടൗണൊന്നുമല്ല. ആകെ ഒരു ഓട്ടോ ഉള്ള സമയം വൈകുന്നേരം ഒരു 5 മണി തൊട്ടിട്ട് 8 മണി വരെയാണ്. ആ നേരത്ത് ഞാൻ ആൽക്കഹോളിക് അനോണിമസിന്റെ മീറ്റിങ്ങിലാണ്. അപ്പം ഇത് പൈസയൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, മരത്തിൽ നിന്ന് കുലിക്കുക ചാടുവോ? അപ്പൊ ഞാനൊരു ദിവസം എയുടെ മീറ്റിംഗ് നിർത്തി വണ്ടി ഓടിക്കാൻ തുടങ്ങി. അന്ന് ഞാൻ ശുദ്ധി അബദ്ധത്തിൽ ചെന്ന് ചാടി. അപ്പൊ അന്ന് പിറ്റേ ദിവസം തൊട്ട് വീണ്ടും ഞാന് ഒരു 4 മണി വരെ വണ്ടി ഓടിക്കുള്ളൂ. അതിനുശേഷം വീട്ടിൽ വന്നു, കുളിച്ചു, എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു. ഒരു 50 കിലോമീറ്റർ, 50 അല്ല, ഇത് കേട്ടിരിക്കുന്ന തൊടുപുഴ ഷിബു ഒക്കെ ഉണ്ടല്ലോ, ഞാനൊരു 100 കിലോമീറ്റർ പാലക്കാടൊക്കെ ഞാൻ എൻ്റെ ഓട്ടോറിക്ഷയില് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി ഓട്ടോറിക്ഷയുടെ പുറകിൽ വെക്കും. ഇത് ബാക്ക് എഞ്ചിൻ ആയതുകൊണ്ട് നല്ല ചൂടായിട്ടിരുന്നോളും. ഞങ്ങൾ എവിടെയെങ്കിലും ഒക്കെ വണ്ടി ഒതുങ്ങുന്ന സ്ഥലത്തൊക്കെ നിർത്തി ഭക്ഷണമൊക്കെ കഴിച്ച് ഈ മീറ്റിംഗിൽ നിന്ന് മീറ്റിംഗിലേക്ക് ഒന്ന് പോകാനായിട്ട് ഒന്ന് മനസ്സ് കാണിച്ചു. അല്ലെങ്കിൽ ആ പടികൾ പ്രാക്ടീസ് ചെയ്യാൻ. അല്ലെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്ക് എന്ത് വേണമെങ്കിലും സംസാരിക്കാം, പക്ഷെ എൻ്റെ സംസാരം പോലും ആ ഒരു വലിയ ശക്തിയുടെ സാറ്റലൈറ്റിലെ കണക്ഷൻ കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് എന്നൊക്കെ ഒരു ആത്മീയ ഭയം ഇന്ന് എനിക്കുണ്ട്. എൻ്റെ നാക്ക് പിഴക്കാൻ പാടില്ല, എൻ്റെ കണ്ണ് പാളാൻ പാടില്ല, എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെ ഒന്ന് കഴുകി വൃത്തിയാക്കി ആക്കണം എന്നൊക്കെ ആൽക്കഹോളിക് അനോണിമസിന്റെ ആ 12 പടികൾ പ്രാക്ടീസ് ചെയ്യാൻ. അതും മറ്റുള്ളവരെ പടിയൊന്നും അല്ല കേട്ടോ. ഞാൻ 4ാമത്തെ പടിയൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ ഇന്നാ വരച്ചു കേട്ടോ. 4ാമത്തെ പടി അതിസൂക്ഷ്മതയോടും ഭയം കൂടാതെയും ധാർമ്മിക നിലവാരത്തെ വിലയിരുത്തുക. കള്ളു കുടിച്ച കാലത്ത് സകല ചെറ്റത്തരവും കാണിക്കാൻ പറ്റുന്ന മുഴുവൻ ചെറ്റത്തരവും കാണിച്ചിട്ട് ഏത് തീർത്ഥക്കുളത്തിൽ പോയി മുങ്ങിയാൽ കൈസിലാകും എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ തിരുവമ്പാടി പഴമക്കാരെ എത്ര പറഞ്ഞാലും മതിയാവുമല്ലോ കേട്ടോ. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് കേട്ടോ. സ്പോൺസർമാരെ അപ്പുറം ഇപ്പുറം ഇരുത്തി ആ പടികളും തുടക്കത്തിലൊന്നും ആ പടിയിലേക്ക് ഞാൻ ചിന്തിച്ചു പോലുമല്ലോ കേട്ടോ. പക്ഷെ ഓരോ പടികളും ഒന്നിന്റെ ബാക്കിയാണെന്ന് പറഞ്ഞു തന്നതുകൊണ്ട് അത് ചെയ്യാതിരിക്കാൻ പറ്റിയല്ലോ. അല്ലാതെ 5ാമത്തെ പടിയിലേക്ക് കടന്നിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് അതൊക്കെ ഇരുന്ന് അതിനൊക്കെ പരിഹാരം ചെയ്ത് പടികൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങി കേട്ടോ. എവിടെയാണ് ഏറ്റവും സുഖം അനുഭവിച്ചത് എന്ന് ചോദിച്ചാൽ എൻ്റെ വീട്ടിൽ തന്നെയാണ് കേട്ടോ. അന്ന് അച്ഛൻ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ട് പൊക്കോളൂ മക്കളെ, പഠിക്കുന്നില്ല, ഷിബുവിന്റെ മക്കളൊന്നും പഠിക്കുന്നില്ല എന്ന് പറഞ്ഞ് അച്ഛൻ 1 വർഷം കഴിഞ്ഞില്ല, അതിന് മുപ്പാടെ എന്നെ വിളിച്ചു. ഷിബു, ബത്തേരി രൂപതയുടെ ഓർഡർ വന്നിട്ടുണ്ട്, എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടുന്ന കുട്ടികളെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കാനാണ്. അതിലൊന്ന് ഷിബുവിന്റെ മൂത്ത മോള് എലിസബത്ത് ആകട്ടെ എന്നാണ്. എന്റെ മനസ്സിൽ ഒന്ന് ലഡു പൊട്ടി ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്ന കാര്യം കേട്ടപ്പോൾ. ഞാൻ എന്തായാലും അതും പഴമക്കാരോട് ഷെയർ ചെയ്തപ്പോ പറഞ്ഞത്, ഷിബു, കണ്ടവന്റെ കഫം അടിച്ചാണ് നമ്മൾ ഈ രീതിയിൽ എത്തിയത്. ആൽക്കഹോളിക് അനോണിമസ് സ്വന്തം കാലയിൽ നിൽക്കാനാണ് പറഞ്ഞത്.
അതുകൊണ്ട് നീ തൂമ്പാപ്പണി എടുത്തിട്ടോ തെങ്ങ് കയറിയിട്ടോ ഓട്ടോറിക്ഷ ഓടിച്ചിട്ടോ നിന്റെ നേർച്ചയുടെ വേർപ്പ് കൊണ്ട് നിന്റെ മക്കളെ പഠിപ്പിച്ചാൽ മതി. ആ അച്ഛനോട് വിളിച്ച് പറഞ്ഞോളാനാ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഏഴ് മെമ്പറോട് ചെറിയ നേരിട്ടൊക്കെ തോന്നി കേട്ടോ. പക്ഷെ അവര് പറഞ്ഞ രീതിയിൽ കൂടി ജീവിക്കാൻ തുടങ്ങിയതുകൊണ്ടാണ് ഞാനൊന്ന് ജീവിതം കരിപിടിച്ച് വരുന്നത്. അതുകൊണ്ട് അതും അച്ഛനോട് വിളിച്ചു പറഞ്ഞു, അച്ഛാ ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് കൊടുത്തോളൂ, ഞാൻ എന്റെ മക്കളെ പണിയെടുത്ത് പൂറ്റിക്കോളാം അച്ഛൻ പറഞ്ഞു, ഫ്രീ ആയിട്ട് വേണ്ട എന്നാണ്. പക്ഷെ അവിടെ തുടങ്ങി കേട്ടോ ആൽക്കഹോളിക്സ് അനോണിമസിൽ കൂടിയുള്ള യാത്ര, അല്ലെങ്കിൽ അത്ഭുതങ്ങൾ അവിടെ നടക്കാൻ തുടങ്ങി. ആ സുഖം ഞാൻ അനുഭവിക്കാൻ തുടങ്ങി. ഞാൻ കുടി നിർത്തി ഒരു ദിവസം വൈകുന്നേരം എന്റെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ എന്റെ പെൺമക്കൾ രണ്ടും കൂടി കിക്കി എന്ന് പറഞ്ഞ് ചിരിക്കുക. അപ്പൊ ഞാന് മക്കളോട് പറഞ്ഞു, എന്താ മക്കളെ നിങ്ങൾ ചിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ അത് രണ്ടുപേരും കൂടി എഴുന്നേറ്റ് ഓടിയായിരുന്നു. ഇപ്പൊ നേരത്തെ നിങ്ങളോട് സംസാരിച്ച റോസ്മേരി അവള് കൈ ഇങ്ങനെ ചുടിപ്പിടിച്ചത്, ഞാൻ അവളുടെ കൈ ഒന്ന് തുറന്നു നോക്കിയപ്പോ കൈക്കുള്ളിൽ ഒരു ഫോട്ടോയാണ്. ഞാൻ ആ ഫോട്ടോ ഒന്ന് നോക്കിയപ്പോൾ എൻ്റെ ഒരു 10-20 വർഷം പുറകിലുള്ള ഒരു ഫോട്ടോയാണ്. സത്യം പറഞ്ഞാൽ ആ ഫോട്ടോയിൽ നോക്കുമ്പോൾ എനിക്ക് തന്നെ ചിരി വന്നു. കണ്ണിലൊക്കെ 1 ലിറ്റർ വെള്ളം കൊള്ളും, മഞ്ഞ കളറിലൊരു കൊഞ്ചു പോലത്തെ സാധനം. ഞാൻ ആ അവസ്ഥയിൽ എത്തിയായിരുന്നു കേട്ടോ. ആ അവസ്ഥയിൽ എത്തിയിരുന്നു ഞാൻ. ഇപ്പം എൻ്റെ ഭാര്യയുടെ ഒക്കെ ബന്ധുക്കള് മുഴുവൻ കാനഡയിലും കുവൈറ്റിലും ദുബായിലും ഒക്കെ ആയിട്ടാണ് കിടക്കുന്നത്. തിരുവമ്പടി കൊട്ടാരത്തി കുടുംബാംഗമാണ്. അപ്പൊ അവരൊക്കെ അവസാനം ചികിത്സയും എടുത്തു. എൻ്റെ ഭാര്യ ആകെ തെണ്ടി തെരുവള കുത്തി. അവസാനം ഭാര്യയുടെ ആംഗ്ലന്മാരും പറഞ്ഞത് ആഘോഷകരമായിട്ടുള്ള ശവടക്ക് നടത്താടി എന്നാ പറഞ്ഞത്. എൻ്റെ കോലം അതെ, അവനൊരു കൂടി വന്ന 3-4 മാസം കൂടി ജീവിച്ചിരിക്കുള്ളൂ, അതിനുള്ളിൽ അവൻ മരിച്ചു പോകും. ആ കോലത്തിലെത്തി ഞാൻ. അപ്പൊ അവിടെ നിന്നാണ് ഈ ഒരു റീബെർത്ത് ആൽക്കഹോളിക്സ് അനോണിമസ് സഹായിച്ചത്. എന്തായാലും മീറ്റിംഗിൽ കൂടി പോകാൻ തുടങ്ങിയപ്പോ ഒരു സമാധാനം എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു സന്തോഷം എന്നൊന്നും പറയാൻ പറ്റില്ല. ഇന്ന് ഒരു ആനന്ദം എന്നൊക്കെ പറയാൻ പറ്റും. ഞങ്ങള് മീറ്റിംഗിൽ പോയി എല്ലാം ഉള്ളു തുറന്നൊന്ന് ഷെയർ ചെയ്യാൻ തുടങ്ങി. മക്കളുടേതായ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ തുടങ്ങി, ഭാര്യയുടേതായ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ തുടങ്ങി. എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ഒരു മീഡിയേറ്റർ, ഞങ്ങളുടെ ഒരു പ്രശ്നം തീർക്കുന്ന ഒരു ഭാഗം ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗ് ആയി മാറി. ഞാനത് പറയാൻ കാര്യം, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ഇച്ചിരി വെയിലുണ്ട്, അപ്പൊ ഞാനൊരു ഇച്ചിരി ക്ഷീണിച്ചാണ് വരുന്നത്. ഞാൻ വന്ന് ഭാര്യയോട് ഞാൻ പറഞ്ഞു, ഷാൻഡി ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം എടുക്കാൻ പറഞ്ഞു. എടുത്ത വയലിൽ എന്നോട് ഷാൻഡി ചോദിച്ചാൽ എന്താ ഇത്ര പരവേശം എന്നാ ചോദിച്ചു. ഞാൻ പിന്നെ അത് മൈൻഡൊന്നും ചെയ്തില്ല. ഞാൻ പോയി ഫ്രിഡ്ജ് തുറന്നപ്പോൾ തന്നെ ഒരു 2 ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചു. അപ്പൊ തന്നെ ഷാൻഡിക്ക് മനസ്സിലായി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഷാൻഡി അത് കഴിഞ്ഞ് നാരങ്ങ വെള്ളമായിട്ട് വന്നപ്പോ ഞാൻ പറഞ്ഞു മതി, എനിക്ക് ദാഹം മാറിയെന്ന് പറഞ്ഞു. ഞാനത് കുടിച്ചില്ല. എന്തായാലും വൈകുന്നേരം ഞങ്ങളുടെ ഇവിടെ തന്നെ കൈതപ്പൊയില് ഓപ്പൺ മീറ്റിംഗ് ഉണ്ട്. ആ ഓപ്പൺ മീറ്റിംഗിൽ ചെന്നു. ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഭാര്യ ആദ്യമേ എഴുന്നേറ്റ് ഷെയർ ചെയ്യുന്നത്. ആദ്യം തന്നെ പറഞ്ഞ് ഇന്ന് ചെറിയ അബദ്ധം പറ്റിയിട്ടുണ്ട് ചാച്ച, ഒരു നാരങ്ങ വെള്ളം ചോദിച്ചപ്പോ എനിക്ക് എടുത്തു കൊടുക്കാൻ പറ്റി, ഞാൻ ചെറിയ റോങ് ആയി, എന്റെ പ്രശ്നമാണ്. അവിടെ സത്യം പറഞ്ഞ ഒരു ക്ഷമയും ചോദിക്കാതെ തന്നെ ഞങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു. അപ്പൊ ഇന്ന് ഞങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കുന്നത് പോലും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഓപ്പൺ മീറ്റിങ്ങുകളാണ്. എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം ഈ ഓപ്പൺ മീറ്റിംഗ്. മറ്റ് ഭാര്യമാരും മക്കളും ഒക്കെ ഇരിക്കുമ്പോൾ ഒന്ന് ഷെയർ ചെയ്യുക. ഇവിടെയൊക്കെ മിക്കവാറും ആഴ്ചയിൽ ഒരിക്കലും ഒരു ഓപ്പൺ മീറ്റിംഗ് ഉണ്ട്. എന്തായാലും ആൽക്കഹോളിക്സ് അനോണിമസിൽ കൂടി നിരന്തരമായിട്ടുള്ള യാത്ര, എല്ലാ രീതിയിലും എവിടെയൊക്കെ ഞാൻ തല കുമ്പിട്ടിട്ടുണ്ടോ അവിടെയൊക്കെ ഇന്നെന്റെ തല ഉയർത്തിപ്പിടിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അനോണിമസിൽ കൂടിയുള്ള യാത്ര. ഏതൊക്കെ മേഖലയിൽ പണിയെടുക്കുന്നുണ്ടോ അവിടെയൊക്കെ ദൈവം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഞാനിപ്പോ ഈ 14 വർഷമായിട്ടും മീറ്റിംഗിൽ നിന്നും മീറ്റിംഗിലേക്കാ. ഞാൻ സത്യം പറഞ്ഞ ചില ആൾക്കാരൊക്കെ ഞാനിത് എല്ലാ ദിവസവും, ഞാൻ എരപ്പാന്തോട് ഒരു ദിവസം എല്ലാ ദിവസവും മീറ്റിംഗിൽ എന്ന് പറഞ്ഞപ്പോൾ അന്ന് അവിടെ പിതാവാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. പിതാവ് എരപ്പാന്തോട്ടിന്റെ പഴമക്കാരായ ജോർജ് ഏട്ടനോടും ജോസ് ഏട്ടനോടും ഒക്കെ ചോദിച്ചു, ഈ കൊച്ചു പറയുന്നത് ശരിയാണോ, എല്ലാ ദിവസവും മീറ്റിംഗില്? അപ്പൊ അവര് പറഞ്ഞു ശരിയാണ്, ഷിബു എല്ലാ ദിവസവും മീറ്റിംഗിലാണ്. സത്യം പറഞ്ഞാല്
ഞാൻ ഇന്നതൊക്കെ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. ഞാന് ഈ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ വണ്ടിയുടെ ടയർ പഞ്ചറായി കഴിഞ്ഞാൽ മീറ്റിങ്ങിൽ എത്താൻ പറ്റിയല്ല. എന്റെ വയസ്സായ അമ്മയ്ക്ക് അസുഖം വന്നാൽ മീറ്റിങ്ങിൽ കയറാൻ പറ്റിയല്ല. വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മീറ്റിങ്ങിൽ കയറാൻ പറ്റില്ല. പക്ഷെ അതൊക്കെ ദൈവം ഒന്ന് നിയന്ത്രിച്ച് തരുന്നതുകൊണ്ടാണ്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗിൽ നിന്ന് മീറ്റിങ്ങിലേക്ക് എന്നോട് ഇന്നാള് ഇവിടെ തലശ്ശേരി മീറ്റിങ്ങിൽ ഇരുന്നപ്പോ ഒരാൾ ചോദിച്ചു, അപ്പൊ ഷിബുചേട്ടാ നിങ്ങൾക്ക് അസുഖങ്ങളൊന്നും വന്നില്ലെന്ന് ചോദിച്ചു. ഞാൻ മോനോട് പറഞ്ഞു, എനിക്ക് അസുഖം മൂത്രത്തിൽ കല്ലും സ്റ്റോണിന്റെ പ്രോബ്ലം ഉണ്ട് എനിക്ക്. ഞാൻ അന്ന് ഇവിടെ ആശുപത്രി കിടന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാല് അന്ന് മീറ്റിംഗിൽ കയറാൻ പറ്റിയല്ലോ എന്നൊക്കെയുള്ള ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു. പക്ഷെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ആ 6:30 സമയം ആയപ്പോഴത്തേക്കും ഒരു 6 മണി ആയപ്പോ തന്നെ കുറച്ച് ഏഴ് മെമ്പർമാർ എത്തിയെന്നുള്ള. സത്യം പറഞ്ഞാൽ മൂത്രത്തിൽ കല്ലിന്റെ നല്ല വേദനയാ, നല്ല വേദന. അവരൊരു 6:30 ആയപ്പോ എന്നോട് പറഞ്ഞു, ഷിബുചേട്ടാ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഞാൻ നമ്മുടെ സെറിനേറ്റ് പ്രാർത്ഥന പ്രാർത്ഥിച്ചു, മീറ്റിംഗ് നടന്നു എന്നുള്ളതാണ്. അപ്പം ദൈവം എല്ലാം ക്രമീകരിച്ച് തരുന്നു എന്നുള്ളതാണ്. ഒന്ന് ആഗ്രഹിച്ചാൽ മതി, വേറെ ഒരു ആഗ്രഹമില്ല. നാളെ ഹെലികോപ്റ്റർ വാങ്ങണമെന്നോ അല്ലെങ്കിൽ നാളെ കുറച്ച് സ്വർണം വാങ്ങണമെന്നോ അല്ലെങ്കിൽ സ്ഥലം ഒരാഗ്രഹമില്ല. നാളെ മീറ്റിംഗിൽ കയറണം എന്നൊരാഗ്രഹമല്ലാതെ വേറൊരാഗ്രഹമില്ല. അല്ലെങ്കിൽ ഇന്നൊരു ദിവസം കൂടി ഞാൻ മരണത്തിലേക്ക് അടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഓരോ ബർത്ത്ഡേയുടെ കേക്ക് മുറിക്കുന്നതും നമ്മുടെ ആയുസിന്റെ ദൈർഘ്യം കുറയുന്നതിന്റെ കേക്ക് മുറിക്കലും കൂടിയാണ് എന്നൊക്കെ ഇന്നൊന്ന് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസിലായതുകൊണ്ട് നമ്മൾ സാധാരണ മോട്ടിവേറ്റർമാരൊക്കെ പറയുന്ന മാതിരി ഇന്നലെ എന്നുള്ള ആ ദിവസം കഴിഞ്ഞുപോയി, നാളെ എന്നുള്ളത് ദൈവത്തിന്റെ കയ്യിലാണ്. ഇന്നത്തെ ഈ പ്രസന്റ് ടെൻസില് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം, എന്തെങ്കിലും ഒന്ന് കോറി വെക്കാൻ സാധിച്ചാൽ, വൈകുന്നേരം കിടക്കുന്നതിന് മുപ്പാട് ഞാൻ ബസ്സിൽ എഴുന്നേറ്റ് ഒരു അമ്മച്ചിക്ക് സ്പീച്ച് കൊടുത്തിരുന്നു എന്ന് എന്റെ ദൈവത്തിന്റെ മുന്നിൽ ഒന്ന് പറയാൻ, എന്റെ അയലോക്കത്ത് അസുഖം വന്നവരെയും കൊണ്ട് എന്റെ കാറിൽ നിന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആക്കാൻ പറ്റി, അല്ലെങ്കിൽ ഒന്ന് കോറി വെക്കുക. ഈ ഞങ്ങളുടെ ഇവിടെ പെരുമണ്ണാമുഴി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഈ കപ്പ നടാനും ചേമ്പ് നടാനുമായിട്ട് കാട് വെട്ടിച്ചെന്നപ്പോൾ ഒരു പാറയില് ഒരു രൂപം കൊത്തിവെച്ചിട്ടുണ്ട്. അങ്ങനെ അവരത് കണ്ടെത്തി, അത് പുരാവസ്തു ഗവേഷകരെ അറിയിച്ചു. അവര് വന്നു കഴിഞ്ഞപ്പോൾ അതിന് 2000 വർഷം പഴക്കമുണ്ടെന്നാവും. എന്തായാലും അവരത് ബ്രഷ് ചെയ്ത് വളരെ മനോഹരമാക്കി. ഇപ്പം അത് കൊത്തിവെച്ച ആളുടെ പേരോ ലിപികളോ ഒന്നുമില്ല. പക്ഷെ ഇപ്പൊ അതിന്റെ മുന്നില് നിലവിളക്കും മെഴുകുതിരിയും ഒക്കെ കത്തിക്കുന്നുണ്ട്. അതിനി ആരും ആയിക്കോട്ടെ, അയാൾക്ക് അതെങ്കിലും ഒന്ന് ഈ ഭൂമിയിൽ കോറി വെക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചില ചിന്താഗതികള് ഇന്ന് ആൽക്കഹോളിക്സ് അനോണിമസിലൊക്കെ വരുമ്പോൾ ഞാനിങ്ങനെ ദൈവത്തിന് നന്ദി പറയുക മാത്രമേ സാധിക്കുള്ളൂ. പണ്ടൊക്കെ എന്റെ മക്കളോട് ആരാണ് ഹീറോ എന്ന് ചോദിച്ചാൽ ഷാരൂഖ് ഖാനാണ് മമ്മൂട്ടിയാണെന്നൊക്കെ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് എന്റെ മക്കളോട് ആരാണ് ഹീറോ എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ ഹീറോ ഞങ്ങളുടെ അച്ഛൻ ഷിബു തന്നെയാണ് എന്നൊക്കെ ഒന്ന് പറയുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ അതൊക്കെ എന്റെ ചെവിയും കൊണ്ടൊന്ന് കേൾക്കാൻ ഇന്ന് ആൽക്കഹോളിക്സ് അനോണിമസിൽ കൂടി നടക്കുന്നതുകൊണ്ട് സാധിക്കുന്നുണ്ട്. ഇന്ന് ഞങ്ങൾ ഒരു മൂല്യമുള്ളവരാണ്. ഇന്ന് ഞാനിപ്പോ ഈ മീറ്റിങ്ങിൽ സംസാരിക്കുമ്പോൾ എന്റെ ഭാര്യ വേറൊരു മീറ്റിങ്ങിൽ സംസാരിക്കുന്നുണ്ട്, മക്കൾ വേറൊരു സ്ഥലത്ത് സംസാരിക്കുന്നുണ്ട്. ഒരു ദിവസമൊക്കെ ഇന്ന് ഒരു കരിയാപ്പിന്റെ ഇലയുടെ വിലയില്ലാത്ത ഷിബുവിന്റെ കുടുംബത്തെ ഇന്നൊക്കെ ഒരു കുടുംബ സംഗമത്തിൽ സംസാരിക്കാൻ മക്കളെ വിളിക്കുന്നു, അല്ലെങ്കിൽ പള്ളിയിലെ അച്ഛന്മാര് വന്ന് മക്കളെ അവരുടെ മീറ്റിങ്ങിൽ സംസാരിക്കാൻ വിളിക്കുന്നു, ട്രേഡ് യൂണിയന്റെ മീറ്റിങ്ങുകളിൽ ഷാൻഡിയെ വിളിക്കുന്നു, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മറ്റ് പരിപാടികളിലും പരിചയപ്പെടുത്താൻ ഷിബുവിനെ വിളിക്കുന്നു. ഇന്ന് ഈ ഷിബു എന്ന് പറയുന്ന ആർക്കും വേണ്ടാത്ത ഒരാള്, അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആ ബന്ധം ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഏത് രക്തബന്ധത്തെക്കളപ്പുറം ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ബന്ധം, അതൊക്കെ ഇന്ന് ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഞാനൊന്ന് ചെല്ലുക എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ തുടക്കകാലങ്ങളിൽ ഒരു സോബറായി ഒരു 4 വർഷവും കണ്ട് ആകുന്നേ ഉള്ളൂ. കൂത്താട്ടുകുളം സന്തോഷ് അവിടുത്തെ ഒരു വാർഷികത്തിന് വിളിച്ചു, ഞങ്ങളെ ഇതുപോലെ ഫാമിലി അടക്കം.
അവിടുത്തെ വാർഷികത്തിന് ഞങ്ങൾ രാത്രി തിരുവമ്പാടി ബസ്സിൽ കയറി പോവുക. ബസ്സിൽ കയറി പോയി ഒരു ചെറിയ ചാറ്റം മഴയുണ്ട്. അപ്പൊ കൂത്താട്ടുകുളം അടക്കാനായപ്പോ വെളുപ്പിന് 3 മണി എങ്ങാണ്ടായി. അപ്പൊ എന്നോട് സ്റ്റാൻഡി ചോദിച്ചു, അല്ല കൂത്താട്ടുകുളം സ്റ്റാൻഡിൽ ആരെങ്കിലും ഉണ്ടാവുമോ? നിങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒന്നും കരാട്ടെ എടുക്കാനൊന്നും പറ്റിയല്ല. കള്ളു കുടിച്ച് കഴുത്തെല്ലാം കൂടി വളഞ്ഞ ഒരു പരുവത്തിലായിട്ടുണ്ട്. എന്റെ ഫിസിക്കലായിട്ട് തന്നെ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ആരെങ്കിലും ഉണ്ടാവുമോ എന്ന് എന്നോട് ചോദിച്ചു. ഞാനും പെണ്ണാണ്, മക്കള് 2 ബാല്യക്കാരി പെൺപിള്ളേരാണ്. ഞാൻ ഒരു മറുപടിയും പറഞ്ഞില്ല. ഞാൻ ഷാൻഡിയോട് പറഞ്ഞു, ഷാൻഡി 3ാമത്തെ പടി പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞു. ഷാൻഡി ശരിക്കും ബസ്സിന്റെ തകിടിട്ട് ഒരു ഇടി വെച്ച് കൊടുക്കുകയാണ് രാത്രിയിൽ എന്റെ ഈ പറച്ചിൽ കേട്ടിട്ട്. പക്ഷേ കൂത്താട്ടുകുളം സ്റ്റാൻഡിൽ ചെന്നപ്പോൾ ഒരു 10-11 പേരുണ്ട്. ഒരു കൊടയൊക്കെ ചൂടി അവിടെ ഇവിടെ വർത്താനം പറഞ്ഞു നിൽപ്പുണ്ട്. കോടഞ്ചേരി കിടക്കുന്ന കള്ളുകുട്ടി ഷിബു കൂത്താട്ടുകുളം സ്റ്റാൻഡില് കാലെടുത്ത് വെച്ചപ്പോൾ അവർ ഓടി വന്നു എന്നുള്ളതാണ്. അതില് കൂത്താട്ടുകുളം സന്തോഷ് ചെവി വന്ന് പറഞ്ഞത്, ഷിബുച്ചേട്ടാ കാർ എയർ കണ്ടീഷൻ ഉണ്ടെന്നാവും. ആ കാറിനെ കയറാൻ നേരത്ത് എന്റെ ഭാര്യ ചോദിച്ചത്, നിങ്ങൾ ആരാ, മുഖ്യമന്ത്രിയാണോ എന്ന് ചോദിച്ചു. ഇന്ന് ഷിബു ആർക്കൊക്കെയോ വേണ്ടപ്പെട്ടവനായിട്ടുണ്ട് കേട്ടോ. ആ ഒരു ജീവിതം തന്നത് ആൽക്കഹോളിക്സ് അനോണിമസ് ആണ് കേട്ടോ. നാട്ടുകാരും വീട്ടുകാരും പടിയടച്ച് പിണ്ടം വെച്ച കുടുംബം. ഒരു ബന്ധുക്കള് ഒരു ഈസ്റ്ററോ പെസകായോ ഓണോ വിഷുവോ അതിനൊക്കെ ഞാൻ കുളിച്ചില്ലല്ലോ, കോണപ്പുറത്താണ് കേട്ടോ. എല്ലാം വളരെ മനോഹരമായി സദ്യയൊക്കെ ഒരുക്കും കേട്ടോ. പക്ഷെ ഒരു മനുഷ്യൻ എന്റെ വീട്ടിൽ കയറി വരികയാണ്. മിക്കവാറും എന്റെ എളാമയൊക്കെ പന്തിരങ്കാവ് ഹൈസ്കൂളിൽ ടീച്ചറാണ്, അല്ലെങ്കിൽ കുളത്തുവയൽ സ്കൂളിലത്തെ ടീച്ചറാണ്. അവരൊക്കെ വരുമ്പോൾ ഞാൻ റോട്ടിൽ വിലങ്ങുതടി പോലെ കിടക്കുന്നുണ്ടാവും. എന്റെ മോളിൽ കൂടി എടുത്തു ചാടിയിട്ട് വേണം, അടിച്ച് പൂസായി വീണിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇറച്ചി മീനും ഒക്കെ മേടിച്ചു കൊടുത്ത് അത് വെന്ത് വരുമ്പോഴത്തേക്കും ഞാൻ ഏതെങ്കിലും തെങ്ങിച്ചോട്ടിലാവും. അപ്പൊ ഭാര്യയും മക്കളും എന്റെ കിടപ്പ് കണ്ട് കഴിക്കാതെ കിടക്കും. ആ അവസ്ഥയിലായിരുന്ന ഷിബുവിന്റെ വീട് ഇന്നും വീട് ബംഗ്ലാവൊന്നുമല്ല കേട്ടോ. പക്ഷെ ഇന്ന് എന്റെ വീട്ടില് എന്ത് കളി കളിച്ചും ഒരു 10 ചായയെങ്കിലും പോകുന്നത്, അല്ലെങ്കിൽ ഒരു 10 നാരങ്ങ വെള്ളമെങ്കിലും. ഇവിടുത്തെ MLA പറഞ്ഞത്, നിങ്ങൾ 10-ന് 2000-3000 രൂപ കൗൺസിലിങ്ങിന് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടേ കൊടുക്കണ്ട, ആ ഷാൻഡിയുടെ ഷിബുവിന്റെ വീട്ടിൽ ചെന്നാൽ മതി എന്നാ പറയുന്നത്. ഇന്ന് അങ്ങനെ ഒരു സന്തോഷം, ഒരു കുറച്ച് ആൾക്കാരോട് സംസാരിക്കാൻ, അല്ലെങ്കിൽ സംസാരിക്കുന്നത്. ഞാൻ ഊട്ടി ഒരു മീറ്റിംഗിൽ ചെന്നു. എന്നെ ഗൂഡല്ലൂർ ഷംസുക്ക പറഞ്ഞു ഒരു ഷെയറിങ്ങിന് വിളിച്ചു. ഞാൻ ഷംസുക്കയോട് ചോദിച്ചു, ഷംസുക്ക എനിക്ക് തമിഴൊന്നും അറിഞ്ഞുകൂടാ. ഷംസുക്ക പറഞ്ഞു, എടാ നീ മലയാളത്തിൽ സംസാരിച്ചാൽ മതിയിടാന്ന് പറഞ്ഞു. ഊട്ടിയിൽ ആ ഷെയറിങ് കഴിഞ്ഞപ്പോൾ ആ അണ്ണന്മാര്, കണ്ണനെ പോലുള്ള ആൾക്കാര്, അല്ലെങ്കിൽ ഫ്രാൻസിസ് സാറിനെ പോലുള്ള ആൾക്കാർ വന്ന് എന്റെ കൈക്ക് പിടിച്ചു എന്നുള്ളതാണ്. ഞാൻ അവിടെ വാസുദേവ സാറിനോടൊന്ന് ചോദിച്ചു, മദ്രാസിലെ നമ്മുടെ പഴമക്കാരനായ വാസുദേവ സാറ് വല്ലതും മനസ്സിലായോ? ഒന്നേ സാർ എന്നോട് പറഞ്ഞത്, ഷിബു ഞങ്ങൾക്കെല്ലാം തിരിഞ്ഞു ഷിബു. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഭാഷ തലച്ചോറിന്റെ ഭാഷയല്ല, ഹൃദയത്തിന്റെ ഭാഷയാണെന്നാണ്. സത്യം പറഞ്ഞാൽ ഇന്ന് ആൽക്കഹോളിക്സ് അനോണിമസിൽ കൂടി നടക്കുമ്പോൾ അതൊക്കെ ഒന്ന് തിരിച്ചറിയുന്നുണ്ട്. അനോണിമസിൽ കൂടി നടക്കുന്നതുകൊണ്ട് എല്ലാം ദൈവം ഇന്ന് തന്നിട്ടുണ്ട്. ഒരു വിലയില്ലാത്ത ഷിബുവിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഞാൻ പറഞ്ഞ മാതിരി വീട്ടിലൊരു ബന്ധുക്കള്, ഇന്നൊക്കെ ഒരു മിനിറ്റ് സമയം 24 മണിക്കൂർ തികയാത്ത ഒരു അവസ്ഥയിലേക്കൊക്കെ ഷിബു എത്തിയിട്ടുണ്ട്. ഇന്നിപ്പോ പേരാമ്പ്രയുള്ളവര് കാറെടുത്ത് ഒന്ന് പോന്നു കഴിഞ്ഞപ്പോ ചായ കുടിച്ചിട്ട് പോകാത്ത എന്താ ഷിബു ചേട്ടാന്ന് ചോദിച്ചു. അപ്പൊ തന്നെ ഞാൻ അവരോട് പറഞ്ഞു കേട്ടോ, ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. ഷിബു തൊടുപുഴ അല്ലെങ്കിൽ കാനഡ ഷിബു ഒരു മാസം മുപ്പാടെ ഇന്നൊന്ന് കയറണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഓൺലൈൻ മീറ്റിംഗ് കയറേണ്ടതുണ്ട്. നിങ്ങൾക്ക് അറിയാലോ, പേരാമ്പ്ര അല്ലെങ്കിൽ കൂരാച്ചൂന്റെ സൈഡിലൊന്നും റേഞ്ച് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് എനിക്കൊരു 10 മണി ആകുമ്പോഴത്തേക്കും വീട്ടിലെത്തണം എന്ന് ഞാൻ അധ്യക്ഷനോട് മീറ്റിംഗ് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. ഇനി അവർ തെറ്റിദ്ധരിക്കണ്ടെന്ന് ഓർത്ത്. പക്ഷെ എന്നിട്ടും പോന്നിട്ട് ഷിബുചേട്ടൻ ഒരു ചായ കുടിക്കാതെ പോകുന്നതിന് അവിടെ ടോക്കൺ മേടിച്ച ആൾക്കാർക്ക് വിഷമമുണ്ട്. ഇന്ന് എയുടെ മെമ്പർമാര് എന്നെ ഒന്ന് കാത്തിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഷിബു എന്ന് പറഞ്ഞ കോടഞ്ചേരി കിടക്കുന്ന കരിയാപ്പിന്റെ വിലയില്ലാത്ത ഷിബു കോടഞ്ചേരി അങ്ങാടിയിൽ ഏത് പരിപാടിക്കും. ഇന്നലെ മിനിഞ്ഞാന്ന് പരിസ്ഥിതി ദിനമാണ്. ഇവിടുത്തെ മലയാള മനോരമ പേപ്പറിലൊക്കെ എന്റെ ഫോട്ടോയുണ്ട്, ഞാൻ ചെടി കുഴിച്ചു വെക്കുന്നതും. എന്ത് മേഖലയിലും, അല്ലെങ്കിൽ ഈ 12ാം പടി പറയുന്ന മാതിരി മറ്റ് പടികളിൽ നിന്ന് കിട്ടിയ ആത്മീയ പ്രചോദനം എല്ലാ വ്യവഹാരങ്ങളിലും ഒന്ന് പാലിക്കാനായിട്ട് ഇന്ന് സാധിക്കുന്നുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മെസ്സേജ്
ട്രേഡ് യൂണിയനുകളിലും മറ്റുള്ള ഞാൻ പ്രവർത്തിക്കുന്ന മേഖലകളിലൊക്കെ ഒന്ന് പ്രാവർത്തികമാക്കാൻ ആൽക്കഹോളിക്സ് അനോണിമസിൽ കൂടി നടക്കുന്നതുകൊണ്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും ഇന്നൊക്കെ ഒന്നുമില്ലെങ്കിലും എനിക്ക് എന്നോട് തന്നെ ഒരു സ്നേഹം ഇന്ന് തോന്നുന്നുണ്ട് ആൽക്കഹോളിക്സ് അനോണിമസിൽ നടക്കുമ്പോൾ. എന്റെ കൂട്ടുകാരൊക്കെ എന്നോട് ഇന്ന് വിളിച്ചു പറയലുണ്ട്, ഷിബുചേട്ടാ ഫേസ്ബുക്കിലൊന്നും സ്ഥലമില്ല ഞങ്ങൾക്ക് ഷിബുചേട്ടൻ ഫോട്ടോ ഇട്ടിട്ട്. ഇന്ന് ആൽക്കഹോളിക്സ് അനോണിമസിൽ നടക്കുമ്പോൾ മമ്മൂട്ടി മോഹൻലാലും ഒക്കെ ഞാൻ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാ ദിവസവും ഞാൻ വളഞ്ഞു നിന്നും തിരിഞ്ഞു നിന്നും ഞാൻ എന്നെ തന്നെ ഒന്ന് സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നതുകൊണ്ട്. എന്തായാലും ദൈവം എല്ലാം ഇന്ന് തരുന്നുണ്ട്. ഭ്രാന്തായ ഒരു കുടുംബത്തിന് ഇന്ന് മക്കളാണെങ്കിലും മൂത്ത മോള് ലിസ കോളേജ് എന്ന് പറയുന്ന MSW സൈക്കോളജിസ്റ്റും എന്നെയൊക്കെ പഠിപ്പിക്കുന്ന കോളേജിലെ മൂത്ത മോള് പ്രൊഫസറാണ്. അവൾ ഇന്ന് ഈ മീറ്റിംഗിൽ കയറുന്നതാണ്. അവള് ആ പിള്ളേരുടെ ഒരു സ്റ്റഡി ടൂറിന്റെ ഭാഗമായി ആനിക്കാമ്പോയിലാണ് ഉള്ളത്. അവിടെ റേഞ്ച് കുറവാണ്, അതുകൊണ്ടാണ് കയറാത്തത്. അല്ലെങ്കിൽ അവൾ കയറിയാൽ അവൾ IMAയുടെ അഡിക്ഷൻ കൗൺസിൽ കോഴ്സ് കഴിഞ്ഞാണ്. അവളൊരു DADICS സെന്റർ കോടഞ്ചേരിയിൽ എന്റെ നാട്ടിൽ നടത്തുന്നുണ്ട്. രണ്ടാമത്തെ മോൾ ഇന്ന് സൈക്കോളജി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും എവിടെയൊക്കെ എന്റെ തല കുമ്പിട്ടോ അവിടെയൊക്കെ ദൈവം ഇന്ന് തല ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു 11 സ്റ്റാഫിന് 2 ഡോക്ടർമാരടക്കം 11 സ്റ്റാഫിന് ഇന്ന് ശമ്പളം കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. എന്റെ നാട്ടിലും വീട്ടുകാർക്കും ഒക്കെ ഒരു നല്ലത് എന്ന് പറയുന്ന രീതിയിൽ, അല്ലെങ്കിൽ എന്നെ കാണുമ്പോൾ പണ്ട് കാർക്കിച്ചു തുപ്പിയവര് ഇന്ന് ഇരിക്കും മോനെ എന്ന് പറഞ്ഞ് ഒരു കസേര എന്റെ നാട്ടില് എനിക്ക് തരുന്നുണ്ട്. അതെല്ലാം തന്നത് ആൽക്കഹോളിക്സ് അനോണിമസിൽ കൂടിയുള്ള ഒരു യാത്രയാണ്. മിറാക്കിൾ സംഭവിക്കും കേട്ടോ. ഞാനൊക്കെ തെറ്റിദ്ധരിച്ചതാണ്. ഇതൊക്കെ നമ്മളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഏഴയുടെ പഴമക്കാർ പറയുന്നതാണെന്നൊക്കെ ഞാൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. പക്ഷെ ആ 12 പടികൾ പ്രാക്ടീസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഞാൻ എന്നോട് തന്നെ ഒന്ന് സത്യസന്ധനാകാൻ ശ്രമിച്ചപ്പോൾ എല്ലാം വളരെ മനോഹരമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഓരോ ദിവസവും ദൈവത്തിന്റെ മുന്നില് സന്തോഷത്തിന്റെ കുറച്ച് കാര്യങ്ങൾ പങ്കുവെച്ചിട്ട് കിടന്നുറങ്ങാൻ ഇന്ന് സാധിക്കുന്നുണ്ട്. ഒരു ചെറിയ കുടുംബം വളരെ സന്തോഷത്തോടു കൂടി ഇന്ന് മുന്നോട്ട് പോകുന്നുണ്ട്. സൈക്കോസിസ് ബാധിച്ച് ഒരു കുടുംബം ഇന്ന് നോർമൽ കണ്ടീഷനിൽ ഒന്ന് ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ ഒരു വെട്ടമായി ജീവിക്കാൻ സാധിക്കുന്നുണ്ട്. കാണിച്ചു തന്നത് ആൽക്കഹോളിക്സ് അനോണിമസ് ആണ്. ആൽക്കഹോളിക്സ് അനോണിമസിനെ കാണിച്ചു തന്ന ആ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് 14 വർഷം പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഏഴയുടെ മെമ്പർമാര്, തിരുവമ്പാടിയിലെ പഴമക്കാര്, ഇതുപോലുള്ള ഷിബു കാനഡ, തിരുവനന്തപുരം ഷിബുമാര്, എല്ലാ ഷിബുമാരും ഒരുപാട് പേരുടെ കൂട്ടിപ്പിടുത്തം. ആൽക്കഹോളിക്സ് അനോണിമസിലൊക്കെ തുടക്ക കാലങ്ങളിൽ ഒരുപാട് അനോണിമസിനെ പഠിക്കാതെ ഒരുപാട് പൊട്ടത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തിരുവമ്പാടി ഗ്രൂപ്പിലൊക്കെ പോയി അനോണിമിറ്റി ആയിട്ട് ഇരുന്നാലൊന്നും ഒരാൾ സോബർ ആവുകയാണെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീട് അതൊക്കെ അനോണിമിറ്റി എന്താണെന്നും ഒക്കെ ഒന്ന് മനസ്സിലാക്കാനും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാമിനനുസരിച്ച് പടികളും പാരമ്പര്യങ്ങളും പ്രാക്ടീസ് ചെയ്ത് ഒന്ന് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. ഇന്ന് ഐ ആം എ മിറാക്കിൾ. ഇന്ന് ഞാൻ ഒരു അത്ഭുത ലോകത്ത് ജീവിക്കുന്നുണ്ട്. 14 വർഷത്തിൽ എത്താൻ എന്നെ സഹായിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ആൽക്കഹോളിക്സ് അനോണിമസിനെ കാണിച്ചു തന്ന ആ ദൈവത്തിന് താങ്ക്സ് ലോർഡ് നന്ദി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇനിയും ഒരുപാട് അപാകതകളും വൈകല്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അത് മാറണമെങ്കിൽ, അല്ലെങ്കിൽ ഇമോഷണൽ സോബറേറ്റി ഒന്ന് കീപ്പ് ചെയ്യാൻ ഒന്ന് സാധിക്കണമെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന അനിവാര്യം തന്നെയാണ്. ഓരോരുത്തരോടും പ്രാർത്ഥന അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഷിബുചേട്ടാ. താങ്ക് യു ഷിബുചേട്ടാ, ഷാൻഡിയൻ ചേച്ചി, മോളെ, എല്ലാവരും ഞങ്ങൾക്ക് ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് സമയം തന്നതിന് എല്ലാവരോടും ഞങ്ങളുടെ ഈ ഗ്രൂപ്പിന്റെ പേരിലും